അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സന്തോഷത്തിലും സങ്കടത്തിലും എളുപ്പത്തിലും പ്രയാസത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ഏതൊക്കെ ഇടങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ചേർത്തു പിടിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ എല്ലാ പള്ളികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പള്ളിയുടെ കീഴിലുള്ള മുജാഹിദ് കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടിയുള്ള മുജാഹിദ് കുടുംബ സംഗമം എന്ന പേരിലുള്ള ഒത്തുകൂടലാണ് സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തിലും അനേകം മഹല്ലുകളിൽ ഈ സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് 11 മണിക്ക് ഇത് എനിക്ക് പരപ്പനങ്ങാടിയിലാണ്, 2 മണിക്ക് അരക്കിണറാണ്, 4 മണിക്ക് പുത്തൂർമഠം മഹല്ലിലാണ്, 7 മണിക്ക് അരീക്കോടാണ്. ഞാൻ മാത്രമല്ല, ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രബോധകന്മാർക്കും ഈ കുടുംബ സംഗമത്തിൻ്റെ വലിയ തിരക്കുണ്ട്. കാരണം എൻ്റെ അനുഭവത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ക്യാമ്പയിൻ, മഹല്ലുകൾ ഇതുപോലെ ഏറ്റെടുത്ത മറ്റൊരു ക്യാമ്പയിൻ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ക്യാമ്പയിൻ വിഷയങ്ങളൊക്കെ അങ്ങാടിയിലും മൈക്ക് കെട്ടി പൊതുജനങ്ങളോടാണ് സംസാരിക്കാറ്. ഈ ക്യാമ്പയിൻ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മുടെ കുടുംബങ്ങളെ വിളിച്ചു കൂട്ടി. ഇതിന്റെ പരസ്യങ്ങൾ നോക്കേണ്ടി, നമ്മുടെ പള്ളിയിലെ മിമ്പറിൽ പറഞ്ഞ് നമ്മുടെ കുടുംബങ്ങളെ വിളിച്ചു കൂട്ടിയാണ് ഈ സംഗമം. അതുകൊണ്ട് തന്നെ എല്ലാ മഹല്ലുകളിലും ഈ സംഗമം നടക്കുന്നുണ്ട്. വളരെ ആവേശത്തോടുകൂടി ഈ സംഗമത്തിലേക്ക് കുടുംബങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ക്യാമ്പയിൻ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നടക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രസ്ഥാനം ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കുമ്പോൾ ആ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായതായിരിക്കും അതിൻ്റെ വിഷയം. തീവ്രവാദത്തിന്റെ ഇസ്ലാമുമായി ഭീകരവാദത്തെയൊക്കെ കെട്ടിപ്പടുത്ത് പറയുമ്പോൾ നമ്മൾ ഇസ്ലാം സമാധാനമാണ് എന്ന് ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീധനമടക്കമുള്ള സാമൂഹ്യ ദുരാചാരങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് എതിരെ നമ്മൾ ഭംഗിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കള്ളക്കറാമത്തുകളും അതേപോലെ ശിർക്കിന്റെ കഥകളുമൊക്കെ വല്ലാതെ പ്രചരിപ്പിക്കുന്ന കാലത്ത് തൗഹീദാണ് പ്രധാനമെന്ന രൂപത്തിൽ നമ്മൾ ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. ഏതൊരു വിഷയമാണോ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രസക്തമായത് അതിനെക്കുറിച്ചാണ് ക്യാമ്പയിൻ നടത്തുക. ഇപ്പൊ ഇവിടെ കുടുംബ ബന്ധത്തെക്കുറിച്ച് അതിന്റെ ഒരു തലക്കെട്ട് കണ്ടിട്ട് നിങ്ങൾ, പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് കുടുംബ ബന്ധങ്ങൾ. ഇതിനെക്കുറിച്ച് ഒരു ക്യാമ്പയിൻ ഇപ്പൊ നടത്താനുള്ള കാരണം എന്താ?
രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കുടുംബ ബന്ധങ്ങൾ ഊഷ്മളത നഷ്ടപ്പെട്ട് അത് മരവിച്ച ചില ബന്ധങ്ങളായിട്ട് മാറുക. ആർക്കോ വേണ്ടിയുള്ള ചില ബന്ധങ്ങൾ. അതുകൊണ്ട് തന്നെ പരസ്പരം മിണ്ടാതിരിക്കുന്ന, തെറ്റി നിൽക്കുന്ന ഒരുപാട് ആളുകൾ, വിവാഹമോചനങ്ങൾ നിത്യമായിരിക്കുന്നു. ബന്ധുക്കൾ തമ്മിൽ യാതൊരു ബന്ധങ്ങളുമില്ലാത്ത ഒരു നിർവികാരമായ ഒരു സംഭവമായി കുടുംബങ്ങൾ മാറി. അതുകൊണ്ട് കുടുംബങ്ങളിൽ നിന്ന് മനുഷ്യന് കിട്ടേണ്ട ഒട്ടനേകം നേട്ടങ്ങൾ മനുഷ്യർക്ക് കിട്ടാതായി. അതുകൊണ്ട് തന്നെ കുടുംബം എന്നത് ഒരു ഒരർത്ഥമില്ലാത്ത ഒരു സംഗതിയായിട്ടാണ് മാറി. ഒന്ന്. രണ്ട്, നമ്മുടെ അടുത്ത തലമുറയാവേണ്ട ഒരു 25 വയസ്സിന് താഴെയുള്ള നമ്മുടെ ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ, അവർക്കൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയി മാതാപിതാക്കളൊക്കെ ചേർത്ത് പിടിച്ച് ഒരു കുടുംബ സങ്കല്പം അവർക്ക് ഉണ്ടാകുമോ എന്നത് ഒരു സംശയമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബമായി ജീവിക്കാനൊക്കെ ഇനി ആളെ കിട്ടുമോ? നമ്മുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഒരു കുടുംബ ജീവിതത്തിന് തയ്യാറാവുമോ? വല്ലിപ്പാനെയും വല്യമ്മാനൊക്കെ നോക്കി അവർ ഛർദ്ദിച്ചതും വയറ്റുന്നു പോയതൊക്കെ കോരിയെടുത്ത് വൃത്തിയാക്കി ആശുപത്രിയിലൊക്കെ ദിവസങ്ങളോളം കുടുംബത്തിന് വേണ്ടി പാർത്ത് സ്നേഹത്തോടുകൂടി കുടുംബത്തെ ചേർത്ത് പിടിച്ചൊക്കെ ജീവിക്കുന്ന ആ മനോഹരമായ കുടുംബ ബന്ധങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്ന ഈ തലമുറയിൽ ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്ന മറുപടി ഒരു 70% ഉണ്ടാവൂല, ഒരു 30% ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ ഉണ്ടായേക്കാം എന്നതാണ്. അതായത് കുടുംബം എന്ന സംവിധാനം അതിൻ്റെ കേരളീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലം. മധുര 16, മധുര 17 അല്ലേ? ഇതൊക്കെ പാട്ടുകളിലൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ വിവാഹ സ്വപ്നങ്ങളുടെ കാലമായിരുന്നു. മധുര 16 അതൊക്കെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പൊലിപ്പിച്ച് ഇപ്പം മധുര 16, മധുര 26, മധുര 36 കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞോട്ടെ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുടുംബം ഉണ്ടാകുന്നത് വിവാഹത്തിലൂടെ. ഒരു കൂട്ടർ പറയുന്നത് എന്തിനാ വിവാഹം? മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് ജീവിച്ചാൽ പോരെ, ആ ഇഷ്ടം തീരുമ്പോ പിരിഞ്ഞു പോയാൽ പോരെ. വിവാഹം, കുടുംബങ്ങള്, മാതാപിതാക്കള്, അമ്മോഷങ്കാക്ക, അമ്മായിമ്മ, നാത്തൂന്, അങ്ങനെ 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 എന്തിനാണ് ഈ സംഘർഷത്തിന്റെ ഒരു ലോകത്തേക്ക് പോകുന്നത്? എവിടെങ്കിലൊക്കെ വീടെടുത്തിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിക്കട്ടെ, ആ ഇഷ്ടം തീരുമ്പോ ഒരു പിരിഞ്ഞ് വേറെ ഭാഗത്തേക്ക് പോയിക്കോട്ടെ, എന്തിനാണ് ഈ കെട്ടുപാടുകളൊക്കെ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ ഈ സാമ്പ്രദായിക രൂപത്തിൽ ആണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കേണ്ട ഈ പഴഞ്ചൻ കുടുംബ സമ്പ്രദായം നിർത്താനായിട്ടുണ്ട്. ആണും ഒരുമിച്ച് ജീവിച്ചോട്ടെ, പെണ്ണും ഒരുമിച്ച് ജീവിച്ചോട്ടെ, ആ ജീവിതം എത്രമേൽ മനോഹരമായിരിക്കും. അത് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം എന്തിനാ വിവാഹം, കല്യാണമൊക്കെ മനുഷ്യന് ഒറ്റക്കൺ ജീവിച്ചൂടെ? കയ്യും കാലൊക്കെ അവന് സ്വന്തമായിട്ടില്ലേ? ഒറ്റക്കൺ ജീവിച്ചൂടെ? എന്തിനാണ് ഈ ബന്ധത്തിന്റെ ഈ മതിൽക്കെട്ടുകളൊക്കെ എന്തിനാ? മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം എന്താ പറഞ്ഞറിയോ? ആ കല്യാണമൊക്കെ കഴിക്കാം, പക്ഷെ അത് ജീവിതത്തിന്റെ നല്ല കാലത്ത് വേണ്ട. ഈ നല്ല കാലം പരമാവധി ആസ്വദിച്ചും അനുഭൂതിയോടുകൂടിയും ആനന്ദിച്ചും ജീവിക്കുക. ഒരു 40-50 വയസ്സാവുമ്പം വീഴാൻ പോകുമ്പോ താങ്ങാൻ ഒരാളല്ലേ, അപ്പൊ എവിടുന്നേലും കല്യാണം കഴിച്ചാൽ മതി. ഈ നല്ല കാലത്ത് കല്യാണമൊക്കെ കഴിച്ച് കുടുംബം കുട്ടികളുമായി നമ്മുടെ ജീവിത സ്വാതന്ത്ര്യങ്ങളെ വെറുതെ എന്തിനാ നമ്മൾ നശിപ്പിക്കണേ? ഈ 4 ചോദ്യങ്ങള് ഇന്നത്തെ പുതിയ തലമുറയുടെ മനസ്സിലേക്ക് അതിശക്തമായി അടിച്ചേൽപ്പിക്കാൻ ചില ആശയങ്ങൾക്ക്, ചില രാഷ്ട്രീയങ്ങൾക്ക്, ചില സാഹിത്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മക്കള് കല്യാണങ്ങൾക്ക് അത്ര താല്പര്യമില്ലാത്തത്. പണ്ടൊക്കെ റോഡിന്റെ വക്കത്ത് കൂടി ഒരു വയസ്സായ കാക്കിയും അയാളെപ്പുറം ചെറുപ്പക്കാരനും പോണുണ്ടാല് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ നാണത്തോടു കൂടി വാതിലിന്റെ പിന്നിൽ ഒളിക്കും, ആരോ കാണാൻ വരുന്നുണ്ട്, ആ സന്തോഷാണ്. ഇന്നിപ്പോ കാണാൻ വരണോ മാനം കെടാതെ വീട്ടിൽ നിന്ന് പോണെങ്കിൽ നല്ല പണിയാ. കാരണം ഈ കുട്ടികൾ എന്താ പറയാന്നില്ല വലിയ പ്രശ്ന. മുടി മുഴുവണ്ടോ, പുരികം നേരെയാണോ, മീശ കട്ടിയാണോ, മുടി കഷണ്ടി ഉണ്ടോ, പെരയിൽ വയസ്സായ അമ്മയും ബാപ്പാനെ നോക്കേണ്ടി വരുമോ? ഇന്നലെ ആരാരോ തമാശക്ക് സാമൂഹ്യ വാട്സാപ്പിൽ ചോദിക്കുന്നില്ല, അത്ര ഒരു പെൺകുട്ടി ചോദിച്ചോലോ, വീട്ടില് ഈ കല്യാണം കഴിക്കുന്ന വീട്ടില്
ഷുഗറും പ്രഷറൊക്കെ ഉള്ള ആൾക്കാരുണ്ടോ? അപ്പൊ അതെന്തിനാ? ഒന്നുമല്ല, ഓൽക്കും വേണ്ടി ഇങ്ങനെ ചപ്പാത്തിയും പരത്തി ഇരിക്കേണ്ടി വരും, അതിന് എന്നെ കൊണ്ടാവൂല. രണ്ടമ്മ ചോദിച്ചെന്താ അറിയോ, ഈ കല്യാണം കഴിക്കുന്ന ചെക്കൻ വീട്ടിലെ ചെറിയ കുട്ടിയാണോ? അങ്ങനെയാണെങ്കിൽ വേണ്ട. എന്താ ചെറിയ കുട്ടിയായാല് മരിക്കോളം ബാപ്പാനും മാനും നോക്കേണ്ട പണി കൊടുക്കേക്കാരെ, ആ പണിയൊന്നും ഏറ്റെടുക്കാൻ ഞാനില്ല. എന്തൊക്കെ ഡിമാൻഡാരങ്ങള് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഡിമാൻഡുകൾ വന്നത്? അത്രേ ആവശ്യമുള്ളൂ. വിവാഹമെന്ന സങ്കല്പത്തോട് അത്രേ താല്പര്യമുള്ളൂ. അങ്ങനെ വിവാഹവും കുടുംബജീവിതവും ഒക്കെ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു ക്യാമ്പയിനിലൂടെ സമൂഹത്തെ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചത്. എന്താണ് ആ കാര്യം എന്നറിയോ? എന്താണ് കുടുംബ ബന്ധത്തിന്റെ സവിശേഷത? എന്താണ് ആ ബന്ധങ്ങളുടെ പവിത്രത? അത് നൽകുന്ന തണൽ എന്താണ്? അതോടൊപ്പം ആ ബന്ധങ്ങൾ ഇല്ലാതായാൽ, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതായാൽ, ഈ പറയപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് ഒറ്റക്കൊറ്റക്ക് മനുഷ്യന്മാർ നടന്നു പോയാൽ ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ജീവിത ദുരന്തത്തിന്റെ തീവ്രത എന്തായിരിക്കും? ഇത് കുടുംബങ്ങളെ വിളിച്ചുകൂട്ടി ആ കുടുംബങ്ങളോട് പറയാം. എല്ലാരും അല്ല, മുജാഹിദ് കുടുംബങ്ങളെ വിളിച്ചുകൂട്ടി അവരോട് പറയാം. അതെന്താ പരക്കെ പറയാത്തത്? ചില കാര്യങ്ങള് നമ്മുടെ കേരളക്കരയിൽ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതേ നമ്മുടെ കുടുംബങ്ങളാണ്. പ്രസംഗങ്ങളെക്കാളേറെ നമ്മുടെ കുടുംബത്തിന്റെ ചാരുതയും നമ്മുടെ കുടുംബജീവിതത്തിന്റെ മനോഹാരിതയും കണ്ടാണ് പല ആശയങ്ങളും സമൂഹത്തിലേക്ക് പടർന്നു പിടിച്ചത്. എനിക്കറിയില്ലേ, ഒരു കാലത്ത് ഈ പെൺകുട്ടികളെയൊക്കെ അക്ഷരം പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഉസ്താദുമാര് നിർബാധം ഫത്വ ഇറക്കുന്ന കാലത്ത് എങ്ങനെയാണ് ഈ സമൂഹത്തിലേക്ക് വിദ്യാഭ്യാസം പടർന്നു പിടിച്ചവരെങ്കിൽ? മുജാഹിദ് കുടുംബങ്ങൾ അവരുടെ മക്കളെ പഠിപ്പിച്ച് ആ മക്കളുടെ ജീവിതത്തിന്റെ മനോഹാരിത കണ്ടപ്പോൾ പണ്ഡിതന്മാരുടെ പ്രമേയങ്ങളെ തള്ളിക്കളഞ്ഞ് പൊതുസമൂഹം വിദ്യാഭ്യാസത്തിലേക്ക് വന്ന്. എനിക്കറിയാം, ഒരു നാട്ടില് ഒരു കുടുംബം എവിടുന്നോ താമസമാക്കിയത്, ദൂരെന്ന് വന്നതാ. അവര് സുന്നിയ മുജാഹിദ ഒന്നും ആർക്കും അറിയില്ല. പക്ഷെ ഒരു കുടുംബം വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട്. ആ കുടുംബത്തെ പറ്റി പള്ളിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരാൾ പറഞ്ഞ്, ഒരു സുന്നിയ മുജാഹിദ ഒന്നും അറിയില്ല, പക്ഷെ ആ വീട്ടിലെ എല്ലാ പെൺകുട്ടികളും കോളേജ് പഠിക്കുന്ന കുട്ടികളാ. അപ്പൊ തന്നെ ഉസ്താദ് ഇങ്ങനെ മാന്തിയിട്ട് പറഞ്ഞ്, ഉറപ്പായിട്ടും മുജാഹിദ് തന്നെ. അത് സമൂഹം അംഗീകരിച്ച ഒരാശയ. മുജാഹിദുകളാണ് പെൺമക്കളെ പഠിപ്പിക്കാൻ ഈ സമൂഹത്തിന് മാതൃകയത്. സ്ത്രീധനം കൊടികുത്തി വാഴുന്ന കാലത്തെ ഒരു കല്യാണാലോചനയുമായി വന്ന വീട്ടില് ഈ കല്യാണം കൊണ്ടുവന്ന ആളോട് പെൺകുട്ടിന്റെ വാപ്പ ചോദിച്ചത്, പണ്ടവും പണവുമായിട്ട് എത്ര കൊടുക്കേണ്ടി വരും? അപ്പൊ ഈ കുട്ടിയുടെ രക്ഷിതാവ് കൂടെ ഉണ്ടായിരുന്നു, ആൺകുട്ടിന്റെ വരന്റെ. അദ്ദേഹം പറഞ്ഞത്രേ, നിങ്ങളൊന്നും കൊടുക്കണ്ട, ഞങ്ങൾ മഹർ തന്ന് ആ കുട്ടിയെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ബേക്കുന്ന ഒരു കാരണവർ ചോദിച്ചു, മുജാഹിദ അല്ലേ? ആ, മുജാഹിദാണ്. ഈ സാമൂഹിക സംസ്കാരങ്ങളും പരിഷ്കാരങ്ങളും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് പ്രസംഗങ്ങളും വയലുകളുമല്ല. ആ പ്രസംഗം കേൾക്കാൻ ഒരൊറ്റ ഈ സാധനങ്ങൾ വരൂല. പക്ഷേ നമ്മുടെ ഒരു 10-15 കുടുംബങ്ങളുള്ള ശാഖകളുള്ള ഒരു വലിയ കുടുംബത്തിൽ ഒരു വീട്ടിൽ ഇസ്ലാഹി ആശയം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് തീ പിടിച്ച പോലെയാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ വിദ്യാഭ്യാസ രംഗത്ത് എത്ര വിശാലമായി. ഇപ്പോഴും പെൺകുട്ടികൾ അക്ഷരം പഠിക്കാൻ പാടില്ല എന്ന വലിയ പണ്ഡിതന്മാരുടെ പ്രമേയം പിൻവലിക്കാതെ ഇന്നും നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ കേരളം. പക്ഷെ ആരും അതിന്റെ പിന്നാലെ പോയില്ലല്ലോ. ആ സംസ്കാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ മുജാഹിദ് കുടുംബജീവിത. അതുകൊണ്ട് തന്നെ കേരള നദുവത്തുൽ മുജാഹിദീനും അതിന്റെ പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമയും ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചപ്പോ നമ്മളോട് നിർദ്ദേശിച്ചത്, ഇത് നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞ് നമ്മുടെ കുടുംബത്തെ പ്രബുദ്ധരാക്കി നമ്മുടെ കുടുംബത്തിൽ നിന്ന് അത് ചുറ്റുപാടുകളിലേക്ക് പടരട്ടെ. എന്ത്? കുടുംബത്തിന്റെ മഹത്വവും കുടുംബത്തിന്റെ ധാർമ്മികതയും കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളതയും ഒക്കെ. നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മുജാഹിദ് കുടുംബങ്ങൾക്ക് എന്താ പറയുക, 100 മെമ്പർമാരുള്ള ഒരു നാട്ടിലെ മഹല്ല് പള്ളി, 100 മെമ്പർമാരുണ്ട്, അല്ലെങ്കിൽ 100 വീടുകളുണ്ട്. ഒരു വലിയ ഒരു മഹല്ല് പള്ളി, സുന്നി പള്ളി. ആ പള്ളിയുടെ പരിസരത്ത് ഒരൊറ്റ മുജാഹിദ് വീടുണ്ട്, ഒരൊറ്റ മുജാഹിദ് വീട്. ആ മുജാഹിദ് വീട്ടിലെ കുട്ടി നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ മുമ്പിൽ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് 8-10 സഫ് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ ബാക്കിൽ ഈ കുട്ടി ഒറ്റക്ക് നിസ്കരിക്കാം. അപ്പൊ ഈ മുമ്പിൽ നിസ്കാരം കഴിഞ്ഞ ആൾക്കാരൊക്കെ സലാം വീട്ടിയിട്ട് ബേക്ക് കൗതുകത്തോടെ നോക്കുന്നുണ്ട്.
എന്തായാലും അവിടെ ഒരു കുട്ടി ഒറ്റക്ക് നിസ്കരിക്കുന്നുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കണ അല്ല പ്രശ്നം, ഓൻ കൈ കെട്ടിയിരിക്കുന്നത് നെഞ്ചത്താണ്. നെഞ്ചത്ത് കൈകെട്ടി ഒരു കുട്ടി അകത്തപ്പള്ളിയിൽ നിസ്കരിക്കുക എന്നത് അങ്ങനെയുണ്ടെങ്കിൽ അതൊരു മുജാഹിദ് കുടുംബത്തിന്റെ സന്തതിയാണ് എന്ന് സമൂഹം ഉറക്കെ വിശ്വസിച്ച ഒരു കാലുണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് മയ്യത്തെടുക്കുമ്പം ആ മയ്യത്തെടുക്കാൻ നേരത്ത് ഉറക്കെ അൽഫാത്തിയെ വിളിച്ചിട്ട് ദീർഘമായിട്ട് അങ്ങനെ പിന്നെ ദുആ ചെയ്യുന്ന സമയത്ത് ഒരു 2 ചെറുപ്പക്കാര് അതിൽ പങ്കെടുക്കാതെ അങ്ങോട്ട് ഇറങ്ങി അപ്പുറത്തേക്ക് മാറി നിന്നാൽ ആൾക്കാർ രൂക്ഷമായി നോക്കിയിട്ട് പറയും വഹാബികളാണ്, മുജാഹിദീങ്ങളാണ്. അതെ, മുജാഹിദുകള് അതിൽ പങ്കെടുക്കാറില്ല. ആമീൻ പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഹബീബായ റസൂലിന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് മയ്യത്തുകൾ എടുത്തപ്പോ റസൂലുള്ള അവിടെ ഉണ്ടായിരിക്കെ ഒരൊറ്റ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ പോലും ഒരു അൽഫാത്തിയ വിളിച്ചിട്ട് ഒരു പ്രാർത്ഥന അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ വിട്ടുന്നത്. പക്ഷെ ആൾക്കാർക്കറിയാം അവര് മുജാഹിദുകളാണ്. മുജാഹിദിന്റെ വീടുകളിൽ, മുജാഹിദ് കുടുംബങ്ങളിൽ വളരെ കൃത്യമായ ഒരു ആദർശമുണ്ടായിരുന്നു. ഇതാ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരെ കഥ. കുറ്റിപ്പുറം സമ്മേളനമൊക്കെ നടക്കുന്ന കാലത്തെ ആ സമ്മേളനം കഴിഞ്ഞിട്ട് എൻ്റെ ബാപ്പ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോ 2 സ്റ്റിക്കറുമായിട്ടാണ് വന്ന് ഒട്ടിക്കുന്ന സ്റ്റിക്കർ. എൻ്റെ വീടിന് ചുമരൊന്നുമില്ലായിരുന്നു. ഈ മുളങ്ങനെ ചെത്തിയിട്ട് തഴുതൽ കൊണ്ടുണ്ടാക്കിയ വളരെ വളരെ ദുർബലമായ ചുമര എൻ്റെ വീടിൻ്റെ ഒക്കെ ചുമര്. വൈക്കോൽ കൊണ്ട് മേഞ്ഞ വീടാണ്. അതിൻ്റെ വാതില് ഈ തഴുതൽ കൊണ്ടുണ്ടാക്കിയ വാതിലാണ്. ആ വാതിലുമ ബാപ്പ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഞാനൊക്കെ കൗതുകത്തോടെ ആ സ്റ്റിക്കർ വായിച്ച്, എന്താ അറിയോ, സ്ത്രീധനം അനിസ്ലാമികം, വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത്. ഈ പഴയ തറബിയിലെ ആൾക്കാർക്ക് അത് കാണാതെ അറിയാം. സ്ത്രീധനം അനിസ്ലാമികം, വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത്, താഴെ ബിസ്മി. ഇപ്പോൾ ഓർമ്മ ഉണ്ടാ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ച്. അതിൻ്റെ അടുത്ത് ബാപ്പ 2ാമത്തെ പോസ്റ്റർ കൂടി ഒട്ടിച്ചു. എന്താ അറിയോ, സ്ത്രീധനം വാങ്ങുന്ന വിവാഹത്തിന് ദയവായി ക്ഷണിക്കരുത്. പട്ടിണിന്റെ കാല. ഒരു കല്യാണം കിട്ടിയാൽ പിന്നെ ഒരാഴ്ച അയിമണ് പോകാൻ പറ്റിയ കാല. പക്ഷേ അന്നും ആണത്വത്തോടു കൂടി മുജാഹിദ് വീടുകളിൽ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞ് സ്ത്രീധനം വാങ്ങുന്ന കല്യാണമാണോ എന്നെ വിളിക്കരുത്. ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ മൂപ്പരെ കല്യാണത്തിന് വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങാടിയിലെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ആൾക്കാർ പറഞ്ഞത് അത് നമ്മൾ വാങ്ങലും കൊടുക്കലൊക്കെ ഉണ്ടാകും, ഓല് മുജാഹിദ, ഓല ആ കല്യാണത്തിന് വരൂല, പിന്നെ എന്തിനാ വിളിച്ചുകാണ്ട് മാനം കെടുന്നത് എന്ന് പറയുന്ന സാധാരണക്കാര് കേരളത്തിലുണ്ടായിരുന്നു. അത് നമ്മുടെ ആദർശത്തിന്റെ വ്യതിരിക്തതയായിരുന്നു. ഇന്ന് പേര് മാത്രം അവശേഷിച്ച് ആദർശങ്ങളൊക്കെ നഷ്ടപ്പെട്ട ചില കുടുംബങ്ങളായി നമ്മളൊക്കെ മാറിയിട്ടുണ്ട്. ഈ നിക്കാഹിനൊക്കെ വിളിക്കുമ്പോഴേ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, വന്നിട്ട് മാനം കെടുവോ? നമ്മൾ ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഉസ്താദ് ഇങ്ങോട്ട് ഇറങ്ങി. ചില നിക്കാഹിന് പോയാലേ ഉസ്താദ് നിങ്ങൾ വരി, നിങ്ങൾക്ക് വേഗം ചോർന്ന് പോകാം. ഉസ്താദിനോട് സ്റ്റാൻഡ് ആയിട്ടല്ല, ഞാൻ ഇറങ്ങിയിട്ടുമാണ് അവർക്ക് കൊട്ടാനും പാടാനും. അതിന് വേണ്ടി ഒന്ന് ഇറക്കി കിട്ടണ്ടേ, വേഗം കൊണ്ടുപോയിട്ട് ചോറൊക്കെ തരും. അപ്പൊ എന്തായാലും കല്യാണത്തിന് വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അല്ല ഉസ്താദ്, അല്ല കുട്ടിയുടെ കല്യാണം നമ്മൾ മാനം കെടുന്ന കല്യാണം ആകുമോ? അപ്പൊ ചില ആൾക്കാർ പറയും ഒരു പേടിയും പഠിച്ചണ്ട, 2 കുടുംബം മുജാഹിദാണ്. അപ്പൊ ഞാൻ പറയും അതന്നെ മക്കളെന്റെ പേടി. ഏതെങ്കിലും ഒന്ന് വേറെയാണെങ്കിൽ ചെറിയൊരു പ്രതിരോധം ഉണ്ടാവും. ഇത് 2 ഒന്നാവുമ്പോ എന്താ സംഭവിക്കുക എന്ന് എനിക്കെന്നെ പേടിയുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. എന്നാൽ വളരെ മനോഹരമായി ആദർശത്തിന്റെ വഴിയിൽ നിന്ന് 1 ഇഞ്ച് തെറ്റാതെ ജീവിക്കുന്ന നല്ല മുവഹിദുകളായ കുടുംബങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പഴയ പാരമ്പര്യ പ്രകാരം തന്നെ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ചില വീടുകൾ ആദർശം എന്ന സംഗതിക്ക് വലിയ വില കൽപ്പിക്കാതെ കേവലം പേരുകൾക്കും കാട്ടിക്കൂട്ടലുകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ചില സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുടുംബ സംഗമത്തിൽ 3 വിഷയങ്ങളെ സംസാരിക്കേണ്ടത്. ഈ കുടുംബ സംഗമത്തിന്റെ പ്രത്യേകത എന്താ? ഇതിൽ സംസാരിക്കേണ്ട വിഷയം ഏതൊക്കെയാണ്? ആ വിഷയത്തിന്റെ കൃത്യമായ നോട്ടുണ്ടാക്കി, നമ്മളല്ല ജമിയത്തുൽ ഉലമ, ആ നോട്ടുണ്ടാക്കിയിട്ട് ഓരോ ജില്ലയിലെയും പ്രബോധകരായ ആളുകളെ വിളിച്ച് എന്നിട്ട് അവർക്ക് ആ നോട്ട് കൃത്യമായിട്ട് പഠിപ്പിച്ച് അതിലെ ആയത്തുകളും ഹദീസുകളും ഏത് രൂപത്തിലാവണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ച്. ഇതൊരു സാധാരണ സംഘമല്ല. മാത്രല്ല ഈ 3 വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഈ 3-ൽ 1 ഒരു സ്ത്രീ സംസാരിക്കണമെന്ന് പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ച്. ഇതൊക്കെ ആദ്യമായിട്ടാ. 3 ആള് ക്യാമ്പിൽ സംസാരിക്കുമ്പോ ഇതിലാര സൂറമമ്പാട്, ആ സൂറമമ്പാട് വരുന്നുണ്ട്, ശിഥിലമാകുന്ന ബന്ധങ്ങൾ, അങ്ങനെ നിർദ്ദേശിച്ച്. എന്നിട്ട് മാത്രല്ല ഒരാൾക്ക് സംസാരിക്കാൻ പരമാവധി 45 മിനിറ്റാണ്.
ഒരു പ്രബോധകൻ 45 മിനിറ്റ് സംസാരിക്കണം. കേൾവിക്കാരെ അലോസരപ്പെടുത്തരുത്. അതിൽ 3 വിഷയങ്ങൾ: 1 കുടുംബ ബന്ധത്തിന്റെ മഹത്വം, 2 കുടുംബത്തിന്റെ ശാന്തി, 3 ആദർശം. എനിക്ക് സംസാരിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത് തൗഹീദിന്റെ സരണിയിലെ കുടുംബത്തെ കുറിച്ചാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ സാധനമൊക്കെ തോന്നിപ്പോകും. ആദർശമുള്ള കുടുംബം എന്നാ അതിന്റെ ആകത്തുക. ആ ആദർശ കുടുംബത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എനിക്ക് സമയം തന്നിരിക്കുന്നത് 12:45 വരെയാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഏകദേശം 12 മണിയാകുന്നുണ്ട്. ഒരു 45 മിനിറ്റാണ് ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. സംസാരിക്കാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ പണ്ട് ചെറുപ്പകാലം മുതലേ കേട്ട ഒരു പദമായിരുന്നല്ലോ, കേൾക്കുകയും അത് കേൾക്കുമ്പോൾ ചിരിക്കുകയും ഒക്കെ ചെയ്തൊരു പദപ്രയോഗമാണ് കുടുംബാസൂത്രണം എന്ന പരിപാടി. നമ്മുടെ ഭരണകൂടങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളുടെ എണ്ണത്തെ നിയന്ത്രിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ കീഴിലും സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുമൊക്കെ നടപ്പാക്കിയിരുന്ന ഒരു കുടുംബ സംസ്കരണ പദ്ധതിയായിരുന്നു കുടുംബാസൂത്രണം. അതിന്റെ ആദ്യം എന്താ പറഞ്ഞത്? ഒരു കുടുംബത്തിൽ 3 കുട്ടികളിലധികം വേണ്ട, 3 മക്കൾ മതി. അത് അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നപ്പോ നാം 2, നമ്മളൊക്കെ കുട്ടിക്കാരായപ്പോ തന്നെ ചെറിയ സ്റ്റിക്കർ ഉണ്ടായിരുന്നു പീഡിയന്റെ ഒക്കെ ചോരുമേ, നാം 2 നമുക്ക് 2. കുറച്ചും കൂടി കഴിഞ്ഞപ്പോ ഒന്നുകൂടി ചുരുങ്ങി, നാം 1 നമുക്ക് 1 ഒന്നും കൂടി ചുരുങ്ങി. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറിന്റെ ഒക്കെ ബാക്കിലുണ്ടാവും നാം 1 നമുക്ക് 1. അത് കഴിഞ്ഞ് ലേശം കൂടി ചുരുങ്ങിയെന്നൊരു സംശയം, നാം 1 നമുക്കെന്തിന് മറ്റൊന്ന്, നമ്മൾ തന്നെ പോരെ. അതിന്റെ കൂടെ ഇടങ്ങേറായിട്ട് കീച്ചേരി പോലെ തൂക്കി പിടിച്ചാൽ എന്തിനാണ് ഈ കുട്ടികൾ എന്ന് ചോദിക്കുന്ന ഒരു തലമുറ ഉണ്ടായി. ആ കുടുംബാസൂത്രണത്തെ കുറിച്ചല്ലോ ഞാൻ ഈ സംസാരിക്കാൻ പോണേ. ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബം എന്താവണം, എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് നമുക്കൊരു ആസൂത്രണം ഉണ്ടായിരിക്കണം. ആ കുടുംബാസൂത്രണത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി മൗലവി കുടുംബാസൂത്രണം നടത്തണമെന്ന് പറഞ്ഞു എന്ന് നാളെ ക്ലിപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഇത് സംഗതി പറഞ്ഞത്. ഞാൻ പറയാൻ പോകുന്ന കുടുംബാസൂത്രണം എന്താണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊക്കെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു കല്യാണം നടക്കുന്നുണ്ട്, ഒരു കല്യാണം നടക്കുക. ആ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ കല്യാണത്തിന്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യൂലേ? പല്ലിൽ കുത്തുന്ന ഈർക്കിളി മുതൽ അവിടെ കൊടുക്കുന്ന ജിലേബിന്റെ കളർ എന്താവണം, അതിന്റെ കൂടെ മൈസൂർ പാക്ക് ഉണ്ടാവണോ, അതേത് വലുപ്പത്തിലാവേണ്ടത്, പിന്നെന്തൊക്കെയാ വേണ്ടത്, ചോറ് എത്ര ഇനം വേണം, ഇനം എങ്ങനത്തത് വേണം, മട്ടൻ എങ്ങനെ, ചിക്കൻ എങ്ങനെ, ബീഫ് എങ്ങനെ, മീൻ എങ്ങനെ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പരിചയമുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് അവസാനം കാറ്ററിംഗ് കമ്പനിയുടെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ പ്ലാന് ഫൈനൽ ചെയ്യും. എന്നാല് ഇങ്ങനെയൊക്കെ കേട്ടോ കാര്യങ്ങൾ. അതെ, ഒരു ദിവസത്തിനാണത്. 11 മണിക്ക് ആരംഭിച്ച് ഏകദേശം 2 മണിയോടുകൂടി അവസാനിക്കുന്ന ഒരു കല്യാണത്തിന്റെ സദ്യ. ആ സദ്യക്ക് വേണ്ടിയുള്ള നമ്മുടെ ആസൂത്രണങ്ങൾ ഒരുപക്ഷെ മാസങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട്. ഓരോ കല്യാണത്തിന് പോകുമ്പോഴും ഇങ്ങനെയാക്കിയാലോ, അവിടുത്തെ ഡിഷ് ഇങ്ങനെയാക്കിയാലോ, ആ ഓഡിറ്റോറിയം ഉഷാറാട്ടോ, അതിനേക്കാളും ഒന്നുകൂടി ഈ ഓഡിറ്റോറിയം ആട്ടോ. നമ്മുടെ ആസൂത്രണങ്ങൾ അങ്ങനെ നീണ്ടു പോകുക. ഒരാസൂത്രണവും ഇല്ലാതെ കല്യാണം നടത്തിയാലേ അന്ന് പൊരിഞ്ഞ തല്ലേക്കാരൻ. ആൾക്കാർ കിട്ടിയോലും കിട്ടാത്തോലും ആകപ്പാടെ പടയക്കാരൻ അല്ലേ? അപ്പൊ 2-3 മണിക്കൂറുള്ള ഒരു കാര്യത്തിന് വേണ്ടി 1000-ഓ 2000-ഓ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു കാര്യത്തിന് വേണ്ടി 1-2 ലക്ഷങ്ങൾ മുടക്കിയാൽ നടക്കാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി എത്ര കാലങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവുമേറെ വില കൊടുക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവത്തോടു കൂടി കാണുന്ന, ഈ ലോകത്ത് എന്തുണ്ടായിക്കോട്ടെ, ഗസയോ അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ, ലോകത്ത് എന്തുണ്ടായിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏതാ? നമ്മുടെ കുടുംബല്ലേ? നമ്മുടെ കുടുംബത്തിനോളം നമുക്ക് പ്രധാനമുള്ള, നമ്മുടെ കുടുംബത്തിനോളം നമുക്ക് വേണ്ടപ്പെട്ട, നമ്മുടെ കുടുംബത്തിനോളം നമ്മൾ ഗൗരവത്തോടു കൂടി കാണുന്ന വേറെ എന്ത് സംഗതിയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒഴിവാക്കിയില്ലേ?
അപ്പൊ ഇന്നലെ ഒരു ചെറിയ സംഘത്തിന്റെ ഒരു ചെറിയ യാത്ര ഉണ്ടായിരുന്നു. ഒരുപാട് ദിവസം മുമ്പേ അവരിങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന ഒരു യാത്ര. എല്ലാവരും നല്ല ഉഷാറില്ല, കുറെ സ്ത്രീകളാണ്. അപ്പൊ ഇന്നലെ ഒരു സ്ത്രീ പറയാണ്, ഉസ്താദേ എനിക്ക് പോരാൻ പറ്റൂലട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രേ കാലം പ്ലാൻ ചെയ്തിട്ട് നിങ്ങളെന്തേ പോകാഞ്ഞ്? അപ്പൊ എന്നോട് പറഞ്ഞേ, എൻ്റെ മോൾക്ക് ഇന്ന് വീട്ടില് സ്കൂളില് രക്ഷിതാക്കളുടെ മീറ്റിംഗ് ഉണ്ട്, എൻ്റെ കുട്ടി വാശി പിടിക്കുകയാണ് ഉമ്മ വരണമെന്ന്, അതുകൊണ്ട് എനിക്ക് പോകല്ലാതെ നിവർത്തില്ല. എത്രയോ മാസങ്ങളായി കണക്ക് കൂട്ടി അവർ പ്ലാൻ ചെയ്ത ഒരു പദ്ധതി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു PTA മീറ്റിങ്ങിന് വേണ്ടി ഒരു ഉമ്മ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മയുടെ ജീവിതത്തിൽ ആ കുട്ടിക്കുള്ള പ്രാധാന്യവും ആ കുടുംബത്തിനുള്ള പ്രാധാന്യവും എത്രമേൽ വലുതായിരിക്കില്ലേ? 14 കൊല്ലം പ്രവാസ ജീവിതത്തില് 12 കൊല്ലം നാട്ടിലേക്ക് വരാതെ ഗൾഫിൽ തന്നെ നിന്ന് പണിയെടുത്ത ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഒരിക്കൽ കണ്ടേ. അദ്ദേഹത്തോട് സംസാരിച്ചു, എന്തേ 12 കൊല്ലമായി നാട്ടിൽ പോവാത്തെ? ഒരുപാട് സമ്പാദിച്ചോ? മെലിഞ്ഞ് കഷണ്ടിയായി മുടിയൊക്കെ നരച്ച് ശരീരം കറുത്ത് കണ്ണൊക്കെ കുഴിയിലേക്ക് വീണ് ഒരു ബേക്കറി കടയിൽ റൊട്ടി ചുട്ടെടുക്കുന്ന പണിയാണ്, തീയിലാണ് ജോലി, അതുകൊണ്ട് തന്നെ ആള് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്തേ പോകാഞ്ഞത്? അപ്പൊ എന്നോട് പറഞ്ഞേ, ഞാൻ ഗൾഫിലേക്ക് വരുമ്പോ എൻ്റെ ഒപ്പിമ്മയും എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞ്, മോനെ എൻ്റെ 4 പെങ്ങന്മാർക്ക് നീ തന്നെ ഉള്ളുട്ടോ, നീ ഓലെ മറക്കരുതിട്ടോ. ആ 4 പെങ്ങന്മാരെ കല്യാണാണ് ഈ 12 കൊല്ലം കൊണ്ട് കഴിഞ്ഞ്. ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പൊ താങ്കൾക്ക് ബാക്കിയായത്? അത് കഴിഞ്ഞ ദിവസം ബാപ്പ ഫോൺ ചെയ്തപ്പോ പറഞ്ഞു, മോനെ 4 കുട്ടികളെയും ഈ പറഞ്ഞയച്ചല്ലോ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഈ ഉണ്ടാവൂട്ടോ. അത് മതി ഉസ്താദേ, എൻ്റെ 12 കൊല്ലത്തെ അധ്വാനത്തിന് എൻ്റെ ബാപ്പാൻ്റെ ഇമ്മാൻ്റെ ആ പ്രാർത്ഥന മതി എനിക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി നിങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഇപ്പൊ നാട്ടില് നല്ല ചോക്ലേറ്റ് ചക്കന്മാർക്ക് തന്നെ പെണ്ണിനെ കിട്ടാല്ല. നിങ്ങളൊക്കെ ചെന്ന് പെണ്ണ് കിട്ടാൻ നല്ല പണിയേക്കാരം, അതുകൊണ്ട് ഒരു 6 മാസം ലീവ് എടുത്ത് പോയിക്കോളി, എന്നാ തന്നെ തെരഞ്ഞാൽ കിട്ടാൻ പണിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞേ, പോണമെന്നുണ്ട്, പക്ഷെ ബാപ്പ പറഞ്ഞ് എനിക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, നമ്മളെ വീട് ആകെ മഴയത്ത് ചോരുന്നുണ്ട്, മേലൊക്കെ ഈ പഴയ ഫ്ലെക്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചോർച്ച അടച്ചതാണ്, അതുകൊണ്ട് പല കുട്ടി ആ പെരയൊന്ന് നന്നാക്കിയിട്ട് ഒരു കല്യാണം കഴിക്കാവുന്ന രൂപത്തിൽ വന്നിട്ടോ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവൻ പാനോട് പറഞ്ഞോലപ്പ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെരയൊന്നുണ്ടാക്കാൻ എത്ര പൈസ ആവുന്ന്? നമ്മളെ വീടിന്റെ അടുത്ത് കോൺട്രാക്ടർമാരുണ്ടല്ലോ, ഓരോ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കി. നിങ്ങൾ വിചാരിക്കുന്ന പെങ്ങന്മാരൊക്കെ വിളിച്ചോളി, അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു വീടുണ്ടാവാൻ എത്ര റുപ്യ വേണം? ആ എസ്റ്റിമേറ്റും കണക്കും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറയണേ, ഞാനിങ്ങനെ കണക്കൂട്ടി, എനിക്ക് കിട്ടുന്ന ശമ്പളം വെച്ച് കണക്കൂട്ടിയിട്ട് 2.5 കൊല്ലം കൂടി പണിയെടുക്കണം ഏകദേശം ആ വീടിന്റെ പണി പൂർത്തിയാക്കാൻ. അതുകൊണ്ട് ആ വീടിന്റെ പണി കൂടി പൂർത്തിയാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോകും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആ 2.5 കൊല്ലം കൂടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ പിന്നെ എന്താ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുക? അപ്പൊ എന്നോട് പറഞ്ഞേ, ഞാൻ അങ്ങനെ ചെല്ലുമ്പോ എൻ്റെ വീടിന്റെ വരാന്തയിൽ നിറഞ്ഞ കണ്ണും നിറഞ്ഞ ചിരിയുമായിട്ട് എന്നെ കാത്തിരിക്കുന്ന ഉമ്മയും ബാപ്പിയുണ്ടല്ലോ, ഓല മുഖം, ആ മുഖം മതി എനിക്ക്. ഇപ്പൊ എനിക്ക് ഒറ്റ പ്രാർത്ഥന ഉള്ളതാ, എന്താ പറയുക, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീടിന്റെ വരാന്തയിൽ നിറഞ്ഞ ചിരിയോടെ എല്ലിൻ കൂടാണെങ്കിലും എന്നെ കെട്ടിപ്പിടിച്ച് കാത്തിരിക്കാൻ എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും ആയുസ് നീട്ടിക്കൊടുക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് ഇപ്പൊ എൻ്റെ മനസ്സിലുള്ളത്. അതൊരു ചെറുപ്പക്കാരനാണ്. എന്താ പറയുക, അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അയാളുടെ കുടുംബമാണ്. ഇത് അയാളെ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ കുടുംബം. നമ്മളെപ്പോഴും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നതിനേക്കാളേറെ നമ്മുടെ കുടുംബത്തെ പറ്റി ചിന്തിക്കുക. എനിക്കറിയാം, വീട്ടിൽ ഒരുപാട് ജോലി കഴിഞ്ഞിട്ട് ഒരുപാട് അതിഥികളൊക്കെ വന്നു പോയ ദിവസം ജോലി കഴിഞ്ഞ് പ്രയാസപ്പെട്ട് വീടിന്റെ കിടക്കയിലേക്ക് പുറം വേദന സഹിക്കാൻ വയ്യാതെ കിടക്കാൻ വേണ്ടി വരുന്ന ഭാര്യ കിടന്ന അതേ സ്പീഡിൽ എണീക്കാണ്. എന്റെ നാളെ മോന് സ്കൂൾക്ക് ഇട്ട് പോകേണ്ട യൂണിഫോം വാഷ് ബേസിലാണ്, അത് ഇട്ട് പുറത്തേക്ക് ഇട്ടില്ലെങ്കിൽ നാളെ സ്കൂൾ പോകുമ്പോൾ ഓനത് ഉണങ്ങാത്തത് ഇട്ട് പോകേണ്ടി വരും. അത് ഓന് ബുദ്ധിമുട്ടേക്കാരം. ആ യൂണിഫോം ഇട്ടു പോകേണ്ട കുട്ടിയുണ്ട്, ഓ നല്ല ഉറക്കത്തില, ഓൻ ആലോചിച്ചിട്ടല്ല. പക്ഷെ അവന്റെ ഉമ്മയുടെ മനസ്സിൽ അടുക്കളയിലെ അവസാനത്തെ പാത്രവും കഴുകി കഴുത്തി വെച്ച് വാതിലിന്റെ കുറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങി റൂമിലേക്ക് വരുമ്പോ അവസാനത്തെ ചിന്ത എന്താ അറിയോ? ഇനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത്? ഇങ്ങനെയാണ് നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ അങ്ങനെ തന്നെ സമർപ്പിച്ചവരാണ് നമ്മൾ. പക്ഷേ ആ കുടുംബത്തിനെ എവിടെയാണ് നമ്മൾ എത്തിക്കേണ്ടത്? ആ കുടുംബം എവിടെയാണ് എത്തേണ്ടത്? എവിടെയാണ് ആ കുടുംബത്തിന്റെ ശരിയായ സംഗമം നടക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. ആ അപകടം നമുക്ക് നാളെ വലിയ സങ്കടം വരുത്തി വെക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കുടുംബാസൂത്രണത്തെ കുറിച്ച് ഈ ആദർശത്തിന്റെ വഴിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഒരു ഡോക്ടർ, ഒരു കാർഡിയാക് സർജൻ,
ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഒരു വലിയ ഡോക്ടർ. അദ്ദേഹത്തിന്റെ അഭിമുഖത്തില് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഒരുപാട് വ്യക്തികളുടെ മരണം ഞാൻ നേർക്കുനേരെ കണ്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ ഈ കാർഡിയാക് അറസ്റ്റ്, അവളെ ഹൃദയസ്തംഭനവുമായിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ ഒരിക്കലും സുഖപ്പെടുത്താൻ പറ്റാത്ത വിധം അത് നിലച്ചു പോകുമെന്ന് ഡോക്ടർമാർക്ക് അറിയാം. പക്ഷെ ഈ ആള് മരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 1-2 മണിക്കൂറുകൾ കൊണ്ടേക്കാരം മരണം സംഭവിക്കുക. തിരിച്ചെടുക്കാൻ പറ്റൂല എന്ന് ഡോക്ടർമാർക്ക് ഉറപ്പാകുമ്പോൾ ചില ഡോക്ടർമാര്, ചില കൊതിയന്മാരായ ആശുപത്രികളൊക്കെ നേരെ ICUവിൽ കയറ്റിയിട്ട് കണ്ടമാനം മരുന്നും സർജറി എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങും. ചില സത്യസന്ധരായ ഡോക്ടർമാരുണ്ടല്ലോ, അവർ ഞങ്ങൾ ഒരു വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ വാർഡിൽ വെയിറ്റ് ചെയ്തോളൂ എന്ന് പറയാം. ICUവിൽ പോലും കയറ്റൂല. അവർക്കറിയാം ആ ICUവിൽ ഇയാളെ കയറ്റിയിട്ട് കാര്യമില്ല. മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിയെ കൊണ്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ പുറത്ത് ഇരുത്തിക്കോളി, എന്തൊരു ചായ കടിയൊക്കെ വാങ്ങിക്കൊടുക്കി. ഞങ്ങൾ ബേജാറായി, ഇയാൾക്ക് ചായ കട എന്താ ചായ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്തോളി. അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അരമണിക്കൂർ തീർന്ന്. അപ്പൊ ഇങ്ങനെ നേരത്തെ അറിയുന്ന ചില കേസിൽ ഈ രോഗികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഈ ഡോക്ടർമാർ അവരോട് ഇങ്ങനെ സംസാരിക്കും, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോ ഈ ഡോക്ടർ പറയണേ, ചില ആളുകൾ അപാര ധൈര്യമുള്ള ആൾക്കാരേക്കാരം. മരണത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നത് അവരെ ഇത്തിരി പോലും പരിഭ്രമിപ്പിക്കൂല. കൂടുതലും മതവിശ്വാസികളാത്രേ. മതവിശ്വാസികളല്ലാത്ത ആളുകൾ, ഒരു മതത്തിലും വിശ്വാസമുള്ള ആൾക്കാർക്ക് മരണം എന്ന് പറയുന്നത് ഏതോ ഒരു ശൂന്യതയിലേക്ക് വീഴുന്നത് പോലെ തോന്നാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മരിച്ചാൽ എങ്ങോട്ടാ വീഴുക? എന്റെ മനസ്സിൽ ആ മരണത്തിൽ നെട്ടറ്റ് നമ്മൾ ഇങ്ങോട്ട് വീഴുക മലക്കുൽ മൗത്തിന്റെ കൈ കാണുന്ന, പിന്നെ എന്താ അങ്ങോട്ടൊക്കെ ഉണ്ട്, അതെന്റെ ബൈക്ക് പോകുന്നാലും നമ്മളൊരു സ്ഥലത്തേക്ക് എത്തുമല്ലോ. പക്ഷെ ഈ മതവിശ്വാസമില്ല ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതം അങ്ങോട്ട് നിൽക്കുമ്പോൾ അയാൾ ഏത് ശൂന്യതയിലേക്കാ വീണു പോകുക. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ പറഞ്ഞത്, മതവിശ്വാസികളല്ലാത്ത ആളുകൾ മരണത്തിന്റെ സമയത്ത് കൂടുതൽ പരിഭ്രാന്തരാവാറുണ്ട്. നാം മതവിശ്വാസികൾക്ക് ഒരു ഉറപ്പുണ്ടാവുന്ന അതിൽപ്പെട്ട ചില ആളുകൾ ധൈര്യത്തോടു കൂടി പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ അറിയോ? സാറേ, എനിക്ക് മരിക്കാൻ ഒരു പേടിയില്ല. മരിക്കാൻ ഒരു പേടിയില്ല. എന്താ കാരണം? ഞാൻ എന്റെ ബാധ്യതകൾ മുഴുവൻ നിർവഹിച്ചിട്ടുണ്ട്. 3 പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് ഒരു മാന്യമായിട്ട് വീട് വെച്ച് പാർക്കുന്നുണ്ട്. എന്റെ 3 ആൺകുട്ടികളും നല്ല ജോലിയിലാണ്, നല്ല നിലയിലാണ്, ഒരു പ്രശ്നമല്ല. പിന്നെ എന്റെ സങ്കടം എന്റെ ഭാര്യയാണ്. അവൾക്ക് ജീവിക്കാൻ നല്ല ഒരു വീടും അവൾക്ക് അത്യാവശ്യ സ്വത്തും അവളുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മരിക്കാൻ ഒരു പേടിയില്ല, എന്റെ ബാധ്യതകളൊക്കെ തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ മരിക്കുന്ന ചില ആളുകളെ കുറിച്ച് ഈ ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ അവിടെ ഒരു അബദ്ധമുണ്ട്. എന്താണ് ആ അബദ്ധം എന്നറിയോ? നമ്മുടെ ബാധ്യത ഈ പറഞ്ഞതാണോ നമ്മുടെ ബാധ്യത? എങ്ങനെ കുട്ടികൾക്ക് ജോലിയാവുക, കുട്ടികൾക്ക് വീടാവുക, അതാവുക, ഇതാവുക, ഇതാണോ നമ്മുടെ ബാധ്യത? അതല്ലല്ലോ നമ്മുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഏൽപ്പിച്ച ബാധ്യത, ഒരു കുടുംബത്തെ നമുക്ക് തന്നപ്പോ, ഞാനാവാ നിങ്ങളാവാ ഈ സദസ്സിലുള്ള ആരാവാ, നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ബാധ്യത എന്താ? നിങ്ങള് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണമെന്നാ? അതൊക്കെ സർക്കാർ ലൈഫിലൊക്കെ ഉണ്ടാക്കി കൊടുക്കൂലേ? വീടൊക്കെ എവിടെ നിന്ന് കിട്ടും? ഭക്ഷണം കിട്ടും. ഈ പരപ്പനങ്ങാടിയിൽ ഒരു കുടുംബത്തിന്റെ നാഥൻ മരിച്ചു എന്ന് കേൾക്കട്ടെ, ആ വീട്ടിക്ക് ആൾക്കാരെ സഹായം ഇങ്ങനെ ഒഴുകൂലേ? ബാപ്പ ഉണ്ടായിന്റെ കാലത്ത് ജീവിച്ചതിനേക്കാൾ സുന്ദരമായിട്ട് സുഭിക്ഷമായിട്ട് ബാപ്പ മരിച്ചാ ജീവിക്കുന്ന ചില കുടുംബങ്ങളില്ലേ? അത് നാട്ടുകാർ നോക്കും. അതല്ല പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, യാ അയ്യുഹല്ലദീന ആമനു, പരലോക വിശ്വാസമുള്ള, സ്വർഗനരകത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിന്റെ സ്വന്തം ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നരകത്തിന്റെ തീയിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണം കേട്ടോ. അതിനുവേണ്ടി നീ പ്രയത്നിക്കണം കേട്ടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന്റെ അജണ്ട, നമ്മുടെ കുടുംബത്തിന്റെ ഭാവി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ ഒന്നാമതായി ഉണ്ടാവേണ്ട സംഗതി എന്താ? എന്റെ കുടുംബത്തിലെ ഒരാള് പോലും വീണ് പോകാതെ സ്വർഗത്തിന്റെ മനോഹരമായ ഭൂമിയിലെത്തണം. എവിടെയാണ് ഈ വീണ് പോകുക? ഈ വീട് പോണത് എടുക്കാറ്. ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം പറയട്ടോ. ഈ പ്രദേശം അക്രമകാരികളായ ഒരു രാജാവ്, ഒരു സങ്കല്പാണ്, ഒരു രാജാവ് നമ്മുടെ ഈ പ്രദേശം അയാൾ കീഴടക്കിയിട്ട് പറഞ്ഞു, ഈ നാട്ടിലത്തെ എല്ലാവരും രാജ്യം വിട്ടോളി, ഒരാളും ഇവിടെ കാണാൻ പാടില്ല, എല്ലാവരും പെറുക്കിയെടുത്ത് പോയിക്കോളി. രാജാവിന്റെ പട്ടാളക്കാര് മെഷീൻ ഗണ്ണുമായിട്ട് നമ്മളെ വീട്ടില്, നമ്മളെ പേരില് ബാപ്പണ്ട്, ഉമ്മണ്ട്, 5 മക്കളുണ്ട്. നമ്മൾ ഈ 5 2 7 ആൾക്കാർ കെട്ടിപ്പിടിച്ചു കാണ്ട് ഓടുന്ന പോക്കല് പെട്ടെന്ന് ഒച്ചയായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ 5 മക്കളിൽ ഒരാളെ കാണാനല്ല, 4 ഉള്ളൂ.
കുറച്ചും കൂടി മുന്നോട്ട് പോയി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 3 ആളുള്ളൂ, ഒരാളെ കാണാനല്ല, വീണ് പോയിട്ടുണ്ട് അല്ലേ? അവസാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്തിയപ്പോ പിന്നിൽ മക്കളെ ഒന്നും കാണാനല്ല, ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. എന്തേക്കാലം മാനസികാവസ്ഥയിലെ നമ്മുടെ കുടുംബത്തിലെ ഒരാള് പോലും നരകത്തിന്റെ തീയിലേക്ക് വീണു പോകാതെ നമുക്ക് സ്വർഗത്തിൽ ഒന്ന് ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിൽ സ്വപ്നം കണ്ടോക്കൂ. നമ്മൾ മാത്രല്ല, എന്റെ വല്യപ്പാക്ക്, എന്റെ വാപ്പാന്റെ വാപ്പാക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്റെ വാപ്പാക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി കാണണം. കാരണം വല്യപ്പാക്ക് 6 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാ. ഈ 6 പെൺകുട്ടികളെ നോക്കേണ്ട ചുമതല ഈ ബാപ്പാക്കാണ് അതിന്റെ ചുമതലാ ഭാരം വന്നത്. ബാപ്പ ചെറിയ പ്രായത്തില് കഠിനാധ്വാനം ചെയ്ത് പെങ്ങന്മാരെ നോക്കണം, വല്യപ്പാക്ക് അസുഖാണ്, പണ നോക്കണം. അതുകൊണ്ട് തന്നെ വല്യപ്പ എപ്പോഴും സങ്കടപ്പെട്ട് പറയാറുണ്ട്, എന്റെ കുട്ടിനെ സഹായിക്കാൻ ആരുമില്ല, എന്റെ കുട്ടിക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവണേന്ന് ബാപ്പ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അത്ര വല്യപ്പ. എന്റെ വാപ്പ പറഞ്ഞ കഥ കേട്ടോ. പക്ഷേ എന്റെ വാപ്പാക്ക് കുട്ടി ഉണ്ടായി, പക്ഷെ ആ കുട്ടി ഉണ്ടായപ്പോൾ പെൺകുട്ടിയെ. അത് വല്യപ്പാക്ക് വല്യപ്പാന്റെ ആഗ്രഹം പൂർത്തിയായില്ല, വല്യപ്പാന്റെ സങ്കടം ബാക്കിയായി. പക്ഷെ പിന്നെ വല്യപ്പ മരിച്ചുപോയി. പക്ഷെ പിന്നെ എന്റെ ബാപ്പാക്ക് ഉണ്ടായത് 5 ആൺകുട്ടികളാണ്. അതിൽ ഏറ്റവും ചെറുത് ഞാനാ. ചെറുത് പറഞ്ഞാല് സ്ഥാനം കൊണ്ട് ബാക്കി 4 ഉന്തി മേലെയാ. ആജാതി ആൺകുട്ടികളുണ്ടായത്. പക്ഷെ എന്റെ വല്യപ്പാക്ക് ഒറ്റ ആൺകുട്ടികളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആഗ്രഹം കൊണ്ടാണ് മരിച്ചത്. ഇനി നാളെ എന്റെ വല്യപ്പ സ്വർഗത്തിൽ അത് വിചാരിക്കും. ആ വല്യപ്പാന്റെ മുമ്പിലേക്ക് എന്റെ ബാപ്പ ഈ 5 ആൺകുട്ടികളെയും ബാക്കിയുള്ള പെൺകുട്ടികളെയും കൈപിടിച്ച് ആ വല്യപ്പാന്റെ മുമ്പിക്ക് കയറി ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷങ്ങളത് മനസ്സിൽ വിചാരിച്ചു നോക്കണേ. മോളെ കെട്ടിച്ചിട്ട് ഉമ്മാക്ക് വലിയ ആഗ്രഹം മോക്കൊരു കുട്ടി ഉണ്ടായി കാണണം. പക്ഷെ മോൾക്ക് കുട്ടി ഉണ്ടാവും മുമ്പേ ഉമ്മ മരിച്ചു. ആ ഉമ്മാന്റെ അടുത്തേക്ക് ഈ കുട്ടിയുമായിട്ട് ആ മോള് സ്വർഗത്തിൽ കയറി ചെല്ലുന്ന ആ കാഴ്ചകൾ മനസ്സിലൊന്ന് കണ്ടോക്കി. ഇനി നമ്മളെ കുടുംബത്തിൽ 10 ആളുണ്ട്. ഈ 10 ആള് സ്വർഗത്തിലെത്തിയപ്പോ 6 ആളുള്ളൂ, 4 ആളില്ല. ആ 4 ആളെ എവിടെ കയറും? ഒല അമേരിക്കക്ക് ടൂർ പോയതല്ലോ, സ്വർഗത്തിലെത്താത്ത നരകത്തിലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂറത്തുൽ മുഅ്മിൻ, ഈ സൂറത്തുൽ മുഅ്മിന് നിങ്ങൾ എടുത്തിട്ട് അതിന്റെ മധ്യഭാഗത്ത് ചില ആയത്തുകൾ വായിച്ചു നോക്കേണ്ടി. സ്വർഗത്തിൽ വെച്ച് അങ്ങനെ ഒന്നായിട്ട് ഒരു കുടുംബമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ചില ആളുകളോട് വേറെ ചില ആൾക്കാർ ചോദിക്കുക, എന്റെ ഇപ്പൊ ഇങ്ങനെ നിങ്ങളെല്ലാവരും പാടെ എങ്ങനെ ഇപ്പോൾ എത്തിയത് എന്ന് കൗതുകത്തോടെ അത്ഭുതത്തോടെ ചോദിക്കുമ്പോ അവർ പറയുന്ന ഒരു മറുപടി. എന്താ മറുപടി അറിയോ? ഞങ്ങളെ ഭൂമിയിലായിരുന്ന കാലത്ത്, ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഉള്ളിലായിരുന്ന കാലത്ത് ഞങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരുന്നു. ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉണ്ടായിരുന്നു. ആ കൽപ്പനകൾ ലംഘിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കഠിനമായി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ നാഥൻ ഞങ്ങളോട് വല്ലാത്ത ഔദാര്യം കാണിച്ചു. ഞങ്ങളെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. മനസ്സിലാക്കേണ്ട കാര്യം അറിയാം, സ്വർഗം എന്ന് പറഞ്ഞാല് എല്ലാവരും ഒരേപോലെ ആവില്ല. കൂടുതൽ പുണ്യം ചെയ്തവർക്ക് കൂടുതൽ ഉയർന്ന പദവി കിട്ടുക. കൂടുതൽ പുണ്യം ചെയ്തവർക്ക് ഉയർന്ന പദവി കിട്ടും. പുണ്യം കുറഞ്ഞവര് ആ പദവിയിൽ താഴെ എത്തുക. പക്ഷെ അല്ലാഹു തആല ഖുർആനിലൂടെ ഒരു വാക്ക് തന്നു. മാതാപിതാക്കൾ ഈമാനോടുകൂടി ജീവിച്ച് സ്വർഗത്തിന്റെ ഉയർന്ന പദവിയിലെത്തിയാൽ അവരുടെ മക്കൾ സ്വർഗത്തിലെത്തുകയും പദവിയിൽ താഴ്ന്നവരായി അവർ സ്വർഗത്തിന്റെ മറ്റു ഇടങ്ങളിലാണെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യമായി ഈ മക്കളെ അള്ളാഹു മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ബാപ്പാന്റെയും ഇമ്മാന്റെയും കൺകുളിർമയ്ക്ക് വേണ്ടി അവരുടെ മക്കൾ സ്വർഗത്തിൽ എവിടെയാണെങ്കിലും അള്ളാഹു അവരെ ആ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച കാണി, ഇപ്പൊ നമ്മളെ പെരിയിൽ തന്നെ ഒരു വയസ്സായ അമ്മയും ബാപ്പി ഉണ്ടെങ്കിൽ രോഗവും പ്രയാസമൊക്കെ ആയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നാളിലും ആ വൃദ്ധന്മാരായ മാതാപിതാക്കള് നമ്മുടെ വീട്ടില് ഏറ്റവുമേറെ സന്തോഷിക്കുന്ന ദിവസം ഏതെങ്ങൾക്കറിയോ? അവരുടെ മക്കളും പേരമക്കളും ഒക്കെ കൊല്ലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ വീട്ടില് ഒരുമിച്ച് കൂടുന്ന ചില ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളായിരിക്കും ഈ മാതാപിതാക്കളുടെ മനസ്സിലെ ഏറ്റവും വലിയ കൊതി. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ബാപ്പമ്മക്കുള്ള സമയത്ത് ഞങ്ങൾ എല്ലാവരും പാടെ എപ്പോഴെങ്കിലൊക്കെ കൂടുള്ളൂ. ആ കൂടിയിട്ട് ഒരു സ്കൂൾ തുറക്കുന്നതിന്റെ തലേന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തരെ ഇറങ്ങുമ്പോഴും ഉമ്മയും ബാപ്പിയും കണ്ണിങ്ങനെ തോത്തും. ഇടക്ക് പറയും, ഇനി ഇങ്ങനെയൊക്കെ എപ്പോഴേലും കാണും അവലെ എന്ന്. അന്ന് ഞമ്മക്കത് തോന്നൂല. അതിൻ്റെ അമ്മ ഞങ്ങളൊന്നും ദൂരല്ലോ, ഇവിടെയൊക്കെ തന്നെ അല്ലേ, ഞങ്ങൾ ഇങ്ങോട്ട് വരൂലേ. ഓൽക്കറിയാം നമ്മൾ വരൂല. വരുമെന്ന് പറഞ്ഞാലും വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണെങ്കിലും ആ ബാപ്പാന്റെയും ഇമ്മാന്റെയും മുമ്പിലേക്കൊന്ന് പോയിട്ട് ഓൽക്കൊരു സമാധാനം കൊടുക്കാന്, ശാന്തി കൊടുക്കാന് നമുക്ക് തിരക്കേ കാരണം നേരം ഉണ്ടാവില്ല.
പക്ഷേ ആ ബാപ്പിമ്മയും നമ്മുടെ കൺവട്ടം തന്നെ പോയാലേ അന്ന് നമുക്ക് തോന്നും, പടച്ചോനെ എനിക്ക് എൻ്റെ ബാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒപ്പം ഒരു ദിവസം രാത്രിയൊക്കെ പാർക്കായി വൈകുന്നേരം മക്കളെയും കൊണ്ട് കാറിൽ കയറിയപ്പോ ഉമ്മ മനസ്സ് വിങ്ങി പറഞ്ഞിട്ടുണ്ട്, എന്തറിയോ മക്കളെ രാവിലെ പോയാൽ പോരെ, ഒരു ദിവസം രാത്രി ഇവിടെ കിടന്നൂടെ. അന്നെന്താ പറഞ്ഞാലോ, ഉമ്മ രാവിലെ കുട്ടിയൊക്കെ ട്യൂഷൻ 7 മണിക്ക് കടന്നൊക്കെ പോയ ബുദ്ധിമുട്ടാ, ഞങ്ങൾ പോട്ടെ. ഇപ്പൊ നമ്മൾ പറയും ഒരു ട്യൂഷനല്ല 1000 ട്യൂഷൻ കഴിഞ്ഞാലും എൻ്റെ അമ്മ ഒപ്പം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മാന്റെ ഒപ്പം 1000 രാത്രി നമ്മൾ കടന്നുറങ്ങും. ഈ മാതാപിതാക്കൾ പ്രത്യേകത ഉണ്ട്, അതിന്റെ വില എപ്പോഴാണ് നിങ്ങൾ അത് കൈവിട്ട് പോകുമ്പോഴാ. ആണ് പോയി കഴിഞ്ഞാലേ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് മാക്സിമം കഴിയുന്നവരൊക്കെ കഴിയുന്ന കാലം ആ മാതാപിതാക്കളുടെ കൂടെ ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും ഒരു നേരം തോനെ പാർക്കാൻ ശ്രമിച്ചോളുണ്ട്. അത് പിന്നെ കിട്ടാത്തൊരു സൗഭാഗ്യ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ സ്വർഗത്തിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാളും വീണു പോകാതെ നമുക്കെല്ലാവർക്കും ആ സ്വർഗത്തിന്റെ അനശ്വരതയിൽ ഒരു സ്വർഗത്തിലെ ജീവിതം ദുന്യാവിലെ ജീവിതം വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മുടെ കുട്ടികളെ എത്ര സ്നേഹിച്ച് വളർത്തിയാലും ഇന്നല്ലെങ്കിൽ നാളെ ആ മക്കൾ നമ്മോട് യാത്ര പറഞ്ഞു പോകും. ആസ്ട്രേലിയയിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഞാൻ അവനോട് ചോദിച്ചത്, നീ അവിടെ പഠിക്കുന്ന കോഴ്സ് ആ പഠനം കൊണ്ട് നാട്ടിൽ വല്ല ജോലി നിനക്ക് കിട്ടുമോ? ഓ ചിരിച്ചുകൊണ്ടാ പറഞ്ഞ്, നാട്ടിൽ ജോലി ഇട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിക്കേണ്ടി ഉസ്താദ്, ഇത് ഇവിടെ പഠിച്ചാൽ ഇവിടെ ജോലി കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നാട് ആർക്കാ ഉസ്താദ് വേണ്ടത്? ഇനി ഇവിടെ സെറ്റിൽ ആവല്ലേ, ഇവിടെ വീടൊക്കെ വെച്ച് ഇവിടെ തന്നെ ജീവിക്കുക, നാട്ടിക്ക് വരാൻ തോന്നുന്നില്ല. ആരാണ് ഈ മക്കളൊക്കെ ഇറങ്ങള്? നമ്മുടെ ഹൃദയത്തിന്റെ ചോര കൊടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ മക്കളാണ് സുഖത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് അവരുടെ ഇഷ്ടം പോലെ പാറിപ്പോകുന്നത്. നമ്മുടെ മക്കൾ നമുക്ക് കൈമോശം വരാൻ ഒരുപാട് കാലമൊന്നും വേണ്ട. പ്രത്യേകിച്ചും ഞാൻ ചില രക്ഷിതാക്കളോട് പറയാറുണ്ട്, ഇപ്പൊ നമ്മുടെ ചില വീടുകളൊക്കെ പലപ്പോഴും പേരക്കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് നടക്കണത്. പേരക്കുട്ടികളുടെ ഇഷ്ടം, ഓല ഭക്ഷണം, ഓല സമയം, ഓല പഠനം, അതനുസരിച്ച് വീടിനങ്ങട്ട് മാറ്റിയെടുത്തേക്കുക പല വീടും. എന്താ സംഭവിക്കുക അറിയോ? അവസാനം വലിയൊരു സങ്കടം, ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടും. ആ സങ്കടം എന്താ അറിയോ? നമ്മൾ ആഗ്രഹിക്കാതെ ഒരു ദിവസം ആ പേരക്കുട്ടികളെ ഓല വാപ്പിമ്മയും കൊണ്ട്, ഓല വാപ്പിമ്മയും പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മകനും മരുവോളും ആവാ, നമ്മുടെ മകളും മരുവനും ആവാ. ഒരു ദിവസം ആ മക്കളെയും കൊണ്ട് ഓല് കണ്ണെത്താ ദൂരത്തേക്ക് പോകും. നമ്മൾ പറയും, മക്കളെ ഇന്ന് പോകണ്ട, പോകാതൊക്കെ മല്ല, ഞങ്ങൾ പോട്ടെ. ഒരു പോവും, മീൻ ബാപ്പിയും കണ്ണു കുറച്ച് കുത്തിരിക്കും, ഒരു പോവും, സങ്കടം ബാക്കിയാവും. ഞാനൊരിക്കൽ ബാർബർ ഷോപ്പില് മുടിയെട്ടായിരിക്കുമ്പോണ്ട് ഒരു ബെഞ്ചുമുണ്ട്, വയസ്സായ ഒരു 10-60 വയസ്സ് കഴിഞ്ഞ ഒരു ഹിന്ദു കുടുംബത്തിലെ കുറിയൊക്കെ ഒരു അച്ഛനും അമ്മയും ഇരിക്കണ്ടേ, കണ്ണ് നിറഞ്ഞ് രണ്ടാളും മിണ്ടുന്നില്ല, ഇടയ്ക്ക് കണ്ണൊക്കെ തോത്തിയിരിക്കണ്ടേ. ഒരു ചെറിയ പെൺകുട്ടി, 4 വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി അവിടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുക, ആ കുട്ടിയുടെ മുടിയാണ് വെട്ടുന്നത്. അപ്പൊ ഇവരങ്ങനെ ഇരുത്തം കണ്ടപ്പോ എനിക്കൊരു ഇടങ്ങൽ, എന്താ ഇത്ര പ്രായത്തിൽ രണ്ടാളും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ വല്യപ്പനെ കൊട്ടി, അല്ല വല്യച്ഛ എന്താണ് ഇങ്ങനെ ഒരു സങ്കടം? അവനോട് പറഞ്ഞു, ഒന്നുമില്ല മോനെ, ഒന്നുമില്ലാതെ വലിയ മനുഷ്യന്മാർ കരയോ, എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഒന്നുമില്ല, പേരക്കുട്ടിയാണേ. അപ്പൊ മകള് അവിടെ ഖത്തറില, ഭർത്താവ് അവിടെ. ഓള് പ്രസവത്തിന്റെ സമയം, ഇപ്പൊ പെരിയിൽ ആകെ ഒരു മകളുള്ളേ, രണ്ടാളും ഒറ്റക്ക. പ്രസവത്തിന്റെ സമയത്ത് മോള് പറഞ്ഞോലോ, അച്ഛാ ഈ കുട്ടിയെ അങ്ങോട്ട് ആക്കി തരട്ടെ, നിങ്ങൾ അവിടെ നോക്കൂല, ഇവിടെ നിർത്താനൊക്കെ പ്രയാസമാണ്. ഇതൊക്കെ വലിയ സന്തോഷമായി. വയസ്സായി കിടക്കുന്ന ഒരു വാപ്പാക്കും ഉമ്മാക്കും ഒരു പേരക്കുട്ടിയെ കിട്ടുക എന്നാൽ ദുന്യാവിൽ വേറെ നിധിയുണ്ടോ? അതും പെൺകുട്ടി, അതും മോളെ കുട്ടി. മോന്റെ കുട്ടിയാണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, മോളെ കുട്ടീനോടുള്ള അറ്റാച്ച്മെന്റ് അത്ര ഭയങ്കരമായിക്കാറല്ലോ. അപ്പൊ അങ്ങനെ വലിയ സന്തോഷമായി. ഇപ്പോ അവര് ഓർക്കാതെ അവര് വിളിച്ചിട്ട് പറഞ്ഞേ, അച്ഛാ ഓൾക്ക് സ്കൂളിൽ ക്ലാസ് തുടങ്ങാണ്, നിങ്ങൾ ഓളെ അങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറ്റി വിടണം കേട്ടോ, ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഫ്ലൈറ്റിൽ വേണ്ട അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കയറ്റി വിടണം കേട്ടോ. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് കുട്ടി പോവുകയാണ്. അപ്പൊ ആ കുട്ടിന്റെ മുടിയൊക്കെ വെട്ടിക്കൊടുത്ത് കുട്ടിക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവളെ യാത്രയാക്കാൻ ഒരുങ്ങാണ് രക്ഷിതാക്കള്. അതിന്റെ കണ്ണീരാണ് ഈ കാണുന്നത്. സങ്കടം ബാക്കിയുണ്ടാവും, അതിനൊപ്പം സർട്ടിഫിക്കറ്റും ബാക്കിയുണ്ടാവും. ചിലപ്പോൾ എന്താ അറിയോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വല്ലിപ്പാനെയും വല്ലിക്കാനെയും ഏൽപ്പിക്കണ്ട, ആകെ സ്നേഹിച്ച് വസവാക്കി ഒന്നിനും പറ്റാത്ത കോലത്തിലാക്കി എങ്ങനെയാണ് ഈ കുട്ടികളെ നന്നാക്കുക എന്നറിയില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അത് വാങ്ങിയിട്ട് ഷോക്കേസിൽ വെച്ചോണ്ടി. അപ്പൊ എന്താ ഞാൻ പറഞ്ഞറിയോ, അമിതമായിട്ട് സ്നേഹിക്കണ്ട. പേരക്കുട്ടികൾ നമ്മളെ കുട്ടികളല്ല, ഒലവാപ്പിയും വേറെയാണ്, ആ കുട്ടികൾ പോകും. ഒരു പരിധിക്ക് അപ്പുറമൊക്കെ നിന്നുകൊണ്ട് അവരൊക്കെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചോണ്ട്. ചില പെരയിലൊക്കെ അമ്മാരെ, വയസ്സായ അമ്മാര് ക്രൂരത കാണിക്കും. ഈ വയസ്സായ ബാപ്പാരെയും കൂടി അവഗണിച്ചിട്ട് ആ കുട്ടിയേക്കും, നിങ്ങൾ ഇത് രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കിയോ? കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടില്ല, അതിന് നേരല്ല, ആ കുട്ടി ഉണരുന്നുണ്ട്, ഞാൻ അതിൻ്റെ അടുത്ത് കുത്തിരിക്കുകയാണ്. കുട്ടി കുറച്ചാണ് കരഞ്ഞോട്ടെ, കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കി, ഇതേ ഉണ്ടാകുള്ളൂ, അവസാനം മറ്റേ പോവും അല്ലേ. അപ്പൊ കുടുംബത്തിന്റെ അന്തരീക്ഷം തന്നെ കുട്ടിയൊക്കെ വേണ്ടി കണ്ട് കെട്ടിപ്പടുത്തിട്ട് അങ്ങനെ ആവരുത്. അതൊക്കെ അതിൻ്റെ ഒരു എന്താ പറയാ, അതിന്റെ സ്ഥാനത്തും നിലയും വിലയൊക്കെ അറിച്ച് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ വിഷയത്തിന് അടുത്തേക്ക് വഴിമാറി പോകണ്ടല്ലേ. അപ്പൊ ഞാൻ തിരിച്ചു വരികയാണ്. അപ്പൊ സ്വർഗത്തിൽ
നമ്മുടെ കുടുംബത്തെ ഒരാൾ പോലും നഷ്ടപ്പെടാതെ നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് ജീവിക്കണം. അതിനുവേണ്ടി എന്തൊരു പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്? ആ പദ്ധതിക്കാണ് ഞാൻ എൻ്റെ ഈ സംസാരത്തിൽ കുടുംബാസൂത്രണം എന്ന് പേരിട്ട്. മറ്റേ കുടുംബാസൂത്രണം അല്ല നടത്തുക. നമ്മുടെ കുടുംബത്തിലെ ഒരാൾ പോലും നരകത്തിന്റെ തീയിൽ വീണു പോകാതെ നമുക്ക് സ്വർഗത്തിൽ അവരെ ചേർത്തു പിടിക്കാൻ പറ്റണം. അതിന് ഏത് രൂപത്തിലാണ് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഒന്ന് എന്താണെങ്കിലും സ്വർഗത്തിലെത്താൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്പത്തുണ്ട് ഈ ലോകത്ത്. ആ സമ്പത്തിന്റെ ഉടമകളാക്കി നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും നമ്മൾ മാറ്റണം. ആ സമ്പത്ത് ഏതാരങ്ങള്? ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സമ്പത്താണ്. ബില്യൺ ഡോളർ വില മതിക്കുന്ന രത്നക്കല്ലുകളും അതിനേക്കാൾ വില മതിക്കുന്ന ചില വസ്തുക്കളൊക്കെ ഈ ലോകത്തുണ്ട്. അതിനേക്കാളൊക്കെ വില മതിക്കുന്ന ഒരു വമ്പൻ സ്വത്തുണ്ട് ഈ ലോകത്ത്. നിങ്ങൾക്കറിയോ ഏതാണ് സ്വത്ത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് പറയണേ, അള്ളാഹുവേ എനിക്കൊരു വാചകം പഠിപ്പിച്ചു തരണം. അല്ലിംനി ഷൈഅൻ, എനിക്കൊരു വാചകം പഠിപ്പിച്ചു തരണം. എന്തിനാണത്? ആ വാചകം ഉപയോഗിച്ച് നിന്നോട് പ്രാർത്ഥിക്കാനും നിന്നെ സ്മരിക്കാനും നിന്നോട് പ്രാർത്ഥിക്കാനും നിന്നെ സ്മരിക്കാനും പറ്റുന്ന ഒരു നല്ല വാചകം നീ എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പോ അല്ലാഹു തആല പറഞ്ഞു, മൂസാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോ, അത് മതി. ഈ പറഞ്ഞ രണ്ട് കാര്യത്തിനും അത് മതി. അപ്പൊ മൂസാ നബി പറഞ്ഞു, പടച്ചോനെ അതെല്ലാരും പറയണല്ലേ, എനിക്ക് മാത്രം പറയാൻ സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ടൊരു വാചകം വേണം. അപ്പൊ അല്ലാഹ് പറഞ്ഞു, മൂസേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, അത് മതിയാകും. അപ്പൊ മൂസാ നബി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, പടച്ചോനെ എനിക്ക് യാതൊരു സംശയമല്ല, നീ അല്ലാത്ത ഒരു ആരാധനയില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് മാത്രം ഒരു സ്പെഷ്യലായിട്ട്. അപ്പൊ അല്ലാഹ് പറഞ്ഞേ, മൂസേ ഈ പ്രപഞ്ചവും ഇതിലെ സകല വസ്തുക്കളും, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ പ്രപഞ്ചത്തിന്റെ അതിർത്തികളിലേക്ക് എത്താൻ മനുഷ്യർ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓരോ ദൂരദർശിനികൾ കണ്ടുപിടിക്കുമ്പോഴും അതിനപ്പുറത്തുള്ള പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങൾ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുക. ഇതിന്റെ അതിരെവിടെയെന്ന് ഒരു പിടുത്തപ്പോഴും ഇല്ല. ആ വലിയ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും, സൂര്യനും ചന്ദ്രനും ഭൂമിയും നക്ഷത്രങ്ങളും സകല വസ്തുക്കളും ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്ക്, മറ്റേ തട്ടില് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്ക്, എന്നിട്ടും തൂക്കി വെക്ക്. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെക്കാൾ ഭാരം തൂകും. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ ഞാൻ പറഞ്ഞേ, ലോകത്തിലെ ഏറ്റവും വില മതിക്കാനാവുന്നത്. ഇനി അത് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി പറയാം. ഈ ലോകത്തില് എത്ര കോടീശ്വരന്മാരുണ്ട്? അനേകം കോടീശ്വരന്മാര്. ആ ലോകത്തിലെ കോടീശ്വരന്മാര് മാത്രല്ല, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 800 കോടി മനുഷ്യന്മാരുണ്ടല്ലോ, നമ്മളടക്കം, എല്ലാവരുടെയും സ്വത്ത് എന്റെ ഇപ്പൊ ഇവിടെ കൂടിയ നമ്മളെല്ലാവരും സ്വത്തൊന്ന് ഒരുമിച്ച് കൂട്ടിയാൽ അത് എത്ര കോടി ഉണ്ടാവും? ഒരുപാടുണ്ടാവില്ലേ? ഇപ്പൊ കോടി പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കയ്യിൽ ഒരു 10 വളർന്നെങ്കിൽ അതൊരു കോടിക്കായി. ഭയങ്കര വിലയല്ലേ? അപ്പോ അങ്ങനെ കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടാകും ഈ ലോകത്ത്. ഈ കോടിക്കണക്കിന് സ്വത്ത് എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അതും കൊണ്ട് നമ്മള് സ്വർഗത്തിൽ സ്ഥലം വാങ്ങാൻ പോയാൽ, ഇപ്പൊ പരപ്പനങ്ങാടി എത്ര ഒരു സെന്റ് സ്ഥലത്തിന് വില? നിങ്ങൾ പറയും കടപ്പുറത്ത് ഇത്രയാണ്, മെയിൻ റോഡ് ഇപ്പൊ എത്രയാണ്, ഹൈവേന്റെ അവിടെ എങ്ങനെയാണ്, അങ്ങോട്ട് പോയ എത്രയാണ്, പല വിലയാണ്. ഈ സ്വത്ത് മുഴുവനുമായിട്ട് സ്വർഗത്തിൽ സ്ഥലം വാങ്ങാൻ പോയാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭൂമിയിലെ സകല സ്വത്തും നിങ്ങൾ കൊടുത്താൽ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടൂല. നിങ്ങൾ ചാട്ടവാറ് എടുക്കണോ? ചാട്ടവാറ് ആനന്റെ അത്ര വലിപ്പം ഉണ്ടാവില്ലേ? ഇല്ല, ഇത്ര വലിപ്പമുള്ള ഒരു വടി, ആ വടിന്റെ തലക്ക് ഒരു കയറും. അവർ ചാട്ടവാട് ചാരി വെക്കാനേ ഒരു വിരലിന്റെ സ്ഥലം മതി. അത്ര സ്ഥലം വാങ്ങാൻ ഈ സ്വർഗം, ഈ ഭൂമിയിലെ സകല സ്വത്തുമായിട്ട് പോയാൽ കിട്ടൂല. അത്ര വലിയ സ്വർഗത്തിന്. എന്നിട്ട് പ്രവാചകർ പറയണേ, എന്നാൽ
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അതിന് വിപരീതമായിട്ട് ഒന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അവൻ മരിച്ചാൽ സ്വർഗത്തിലെത്തും. നോക്കിങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വില. ലോകത്തിലെ സകല സമ്പത്തും കൊണ്ട് ഒരു തരി മണ്ണ് സ്വർഗത്തിലേത് വാങ്ങാൻ കഴിയാതിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പുലർത്തി ഒരാൾ മരണപ്പെട്ടാൽ അവന് കണ്ണെത്താ ദൂരത്തോളം സ്വർഗത്തിന്റെ ഭൂമി സ്വന്തമാക്കാമെന്നിരിക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വില എന്താണ്? അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ഭാവി പ്ലാൻ ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, പ്ലാൻ നമ്പർ 1 എന്താണ്? എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത, ആ ആശയപ്രകാരമല്ലാത്ത ഒരാള് പോലും എന്റെ കുടുംബത്തിൽ ഉണ്ടാവരുത്. ചില ആൾക്കാർ പറയുന്നുണ്ടേ, മൗലവി ഉസ്താദേ നമ്മളെ കുടുംബമൊക്കെ മുജാഹിദ് കുടുംബം തന്നെയാണ്, പക്ഷെ വല്യവും കെട്ടിക്കൊടുന്ന കുടുംബം ഉണ്ടല്ലോ അത് നല്ല അപ്പുറത്തെ കുടുംബ, നീർച്ചക്ക് പോകുമ്പോ അമ്പലത്തേക്ക് പോകും, നമ്മൾ തടയലില്ല, അതുപോലെ സ്വാതന്ത്ര്യമല്ലേ, ഓല് പോയിക്കോട്ടെ. എങ്ങോട്ടാണ് പോണേ? നിങ്ങൾ പറഞ്ഞാണി. സ്നേഹത്തിന്റെ ഒരു തരി നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാഗമായി മാറിയ ഒരാള് നരകത്തിന്റെ തീയിലേക്ക് വേണ്ടി പോകുന്നത് കണ്ടിട്ട് സ്വാതന്ത്ര്യബോധത്തിന്റെ പേരിൽ അതിന് നമ്മൾ അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെ അർത്ഥം എന്താ? അല്ലേ, വല്ല അർത്ഥമുണ്ടോ? ഇവിടെ ഈ മമ്പറത്തേക്ക് പാലം പോണ അവിടെ ഞാനൊരു വണ്ടിയിൽ പോകുമ്പോ ഗൾഫിലുള്ള സുഹൃത്തിൻ്റെ അവിടെ ജീപ്പൊക്കെ നിർത്തിയിട്ട് സിഗരറ്റും വലിച്ചു നിൽക്കണം. അപ്പൊ എന്താണ് ബടക്കണ്? അതുപോലെ ഞാനേ ഇന്നലെ വന്നത് ഇതേന്ന് വന്നാണ്. അപ്പൊ പുതിയ വണ്ടിയൊക്കെ എടുത്ത്, അപ്പൊ ബാപ്പ പണ്ടേ പറഞ്ഞിനി ഇജ്ജ് വണ്ടി എടുത്താല് നമുക്കൊന്ന് മമ്പറത്ത് പോകണം കേട്ടോ. അപ്പൊ ഞാൻ ബാപ്പാനെ കൊണ്ടുവന്ന, എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നതാണ്. എന്താ ഓന്റെ സ്നേഹം ബാപ്പാനോട്? ഓന്റെ തടിയോ സലാമത്താക്കിക്കണ്, ആ നരകത്തേക്ക് വീകാതെക്കാം. ബാപ്പാനെ കൊണ്ടിരുന്ന് നടുവ് കൊണ്ട് ഇട്ടിക്കണ്, ഇവിടെ സിഗരറ്റ് വലിച്ച ബാപ്പ പോയല്ലോ കഴിച്ചില്ലായി നിൽക്കുക. ഇതാണോ സ്നേഹം? കുടുംബ സ്നേഹം എന്ന് പറയണേ? അപ്പോ ഒന്ന് ഞാൻ ചുരുക്കണം അല്ലേ, 2-3 കാര്യം പറയണ്ടേ. ഒന്ന്, നമ്മുടെ കുടുംബത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ജീവിതത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി, ജീവിതത്തിന്റെ ഒരു സങ്കടം ഉണ്ടാകുമ്പോ, ജീവിതത്തിന്റെ ഒരു പ്രക്ഷുബ്ധതയിൽ അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടയിടത്ത് അതല്ലാതെ ഒരു സൃഷ്ടിയുടെ പേരും വിളിക്കാത്ത മലക്കാവട്ടെ ജിന്നാവട്ടെ ഇനി വേറെന്തേലും ആവട്ടെ, അതിനെ വിളിക്കാതെ അല്ലാഹുവേ എന്ന് വിളിക്കുന്നവരാവണം നമ്മുടെ വീടിന്റെ മേൽക്കൂരയിലുള്ള നമ്മുടെ ചോരയുടെ ഭാഗമായ മുഴുവൻ ആളുകളും. അത് നമ്മുടെ ഒരു നിർബന്ധമാവണം. ആ നിർബന്ധത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം. ആ ഒരു ആശയം നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യണം. ഇന്നിപ്പോ എന്താ പ്രശ്നങ്ങള്? നമ്മുടെ കുട്ടികൾക്കാർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടുന്നില്ല. ഒരു 15-20 വയസ്സായ കുട്ടി നമ്മളെ പെരിയിലുണ്ടെങ്കിലേ പാവാണ്, ഓനെ കുറ്റം വേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഇരിക്കുന്ന ഈ മുടിയൊക്കെ നിറച്ചതാ, എന്റെ മുടിയൊക്കെ നിറച്ച കൂട്ടുണ്ടോ? ഇതൊക്കെ യുവനിരയാണ്, അതിന് മാത്രം വയസ്സൊന്നായില്ല, എന്നാലും കുട്ടിക്കോ വയസ്സ്. ഞങ്ങൾ ഈ വയസ്സായ ആൾക്കാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ എന്തൊക്കെ ഇവിടെ നടന്ന്, എന്തൊക്കെ ഗ്രൂപ്പുകൾ പിരിഞ്ഞ്, വലിയ 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 ആൾക്കാർ കോടികൾ മറിച്ചു എന്തൊക്കെ ഉണ്ടായി, ഇളകിയില്ലല്ലോ. എന്താ നിങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചത് എവിടുന്നാ? നിങ്ങള് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ചുണ്ടുന്ന ബയലുകള്, ഗണ്ണന പ്രസംഗങ്ങള്, വാദപ്രതിവാദങ്ങള്, കിലോമീറ്ററുകൾ നടന്നു പോയിട്ടല്ലേ പലക്ക് ഓരോ പ്രഭാഷണം നടത്തിയത്. തൗഹീദ് അത് പഠിച്ചോ ഇളകൂല. പക്ഷെ അടുത്ത് വന്ന തലമുറക്കുണ്ടല്ലോ അത് അത്ര കിട്ടിയില്ല. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായത്. ഇപ്പൊ പുതിയ തലമുറ ഉണ്ടല്ലോ തീരെ കിട്ടണില്ല. ഒരു പ്രസംഗം കേൾക്കാൻ വരുന്നില്ല, ഒരു വെള്ളിയാഴ്ച കുത്തുബക്ക് പോലും ഓലെ കിട്ടുന്നില്ല, ഒരു പ്രസംഗം കേൾക്കാൻ ഒരു വരൂല, ഒരു നല്ല പുസ്തകം ഒരു വായിക്കൂല. പിന്നെ ഇപ്പൊ നമ്മളൊക്കെ പെരിയിൽ ഒരു 25 വയസ്സിന്റെ താഴേക്കുള്ള കുട്ടിക്ക് തൗഹീദ് കിട്ടിക്കണോന്ന് ചോദിച്ചാല്, കിട്ടിക്കണെന്ന് പറഞ്ഞാൽ തന്നെ അത് എവിടുന്നാ കിട്ടിയത്? നിങ്ങള് മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മദ്രസയിലെ എനിക്ക് നമ്മളെ KNM-ന്റെ സ്വഭാവ വിശ്വാസ പാഠങ്ങളിലെ 3-ോ 4-ോ ഒരു പാഠമുണ്ട്. പാഠം 3 തൗഹീദ്. തൗഹീദ് എന്നാൽ ഏകദൈവ വിശ്വാസം എന്നർത്ഥം. 1.5 പേജ് നീളമുള്ള ഒരു പാഠം. ആ പാഠാണ്
നമ്മുടെ കുട്ടികൾക്ക് തൗഹീദുമായുള്ള ആകപ്പാടെ ഒരു പൊക്കൾ കൂടി വന്നു. അന്ന് ഒരു ക്ലാസ് പോയിക്കണമെങ്കിൽ അന്ന് ഉസ്താദ് ആ 1.5 പേജ് വായിച്ചു കൊടുത്തപ്പോ ഓൽക്ക് എന്താണോ കിട്ടിയത് അതേപോലെ തൗഹീദ്. അതിനപ്പുറത്തേക്ക് തൗഹീദുൽ ഉലൂഹിയത്ത്, റുബൂബിയത്ത്, അസ്മാഉ വസിഫാത്ത് ഇതൊന്നും അവർക്ക് അറിയുന്നില്ല. അങ്ങനെ അറിയാതെ ജീവിക്കുന്ന അവരുടെ മുമ്പിലേക്കാണ് നമ്മുടെ നാട്ടിലേക്ക് ആസൂത്രിതമായി കള്ളക്കറാമത്ത് കഥകളും വ്യാജ കഥകളും വ്യാജ മുടിയും പൊടിയുമൊക്കെ. ഈ വ്യാജ മുടി പൊടി കേൾക്കുമ്പോഴേ നമ്മൾ ചിരിക്കും, നമുക്ക് അതിന്റെ കള്ളത്തിനറിയാം. പക്ഷെ നമ്മുടെ പുതിയ തലമുറ ചിരിക്കുന്നില്ല. എന്താ അറിയോ, ഒന്നുമില്ലാതെ പോലൊക്കെ ഇത് കൊണ്ടുവരും, ഒരു വലിയ വലിയ ആൾക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകക്കാരൻ്റെ പിന്നിൽ എന്ന് ആ തലമുറ ചിന്തിക്കുന്നുണ്ടേ. എന്താണെന്നറിയോ, അവർക്ക് ഈ തൗഹീദിന്റെ വലിപ്പം, ഇതിന്റെ മഹത്വം മനസ്സിലായവർക്ക് ഷിർക്കിനെ ശരിക്ക് പ്രതിരോധിക്കാനാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പ്രസംഗിക്കുകയാണ്. നമ്മളോടല്ല, അങ്ങാടിയിലല്ല, പരപ്പനങ്ങാടി കടപ്പുറത്തല്ല. ആരോടാ സംസാരിക്കണറിയോ? അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ജഅഫറും സുബൈറും അങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് റസൂല് പറഞ്ഞ ആ മഹാന്മാരടക്കമുള്ള സഹാബത്ത് ഇരിക്കുന്ന സദസ്സ. സഹാബത്തിനെ കുറിച്ച് റസൂൽ എന്താ പറഞ്ഞാൽ? അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങൾ പോലെയാണെന്ന് പറഞ്ഞ് നക്ഷത്ര സമാനരായ ആ സ്വഹാബത്തിരിക്കുന്ന സദസ്സിനോടെ റസൂലുള്ളാഹി സംസാരിക്കുക. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ. ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങളോട് പ്രസംഗിച്ചു. എന്നും പ്രസംഗിക്കും, എപ്പോഴും പ്രസംഗിക്കും. പക്ഷെ ഒരു ദിവസത്തിലെ പ്രസംഗത്തിന്റെ പ്രത്യേകത സഹാബത്തെ എടുത്തു പറയാ. റസൂലുള്ളാഹി ഞങ്ങളോട് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? സഹാബത്തെ, നിങ്ങൾ ശിർക്കിനെ നന്നായി സൂക്ഷിക്കണം കേട്ടോ. ഈ ഇരിക്കുന്ന ആരോടെങ്കിലും ഒരാള് പറയാണ്, നോക്കി അദ്ലാക്ക പേര് സാങ്കല്പിക്കാണ്, എന്റെ പേര് കച്ചറുണ്ടാക്കണ്ട, അത് ആരോ പറയിപ്പിച്ചതാ മൂപ്പരെ വിളിച്ചു കാണുമെന്ന് പറയണ്ട. ഇനി മോമാക്ക ഏതെങ്കിലും കാക്ക നിങ്ങള് ശിർക്കിനെ പേടിക്കണം കേട്ടോ എന്ന് പറഞ്ഞാലേ നമ്മളെ രോമം നീച്ചു. ആരോടെ സംസാരിക്കണേ? കഴിഞ്ഞ 50 കൊല്ലായി മുജാഹിദ് പള്ളിയിൽ ജുമയക്കൂടാളാ ഞാൻ. ജിരിക്ക തൗഹീദും ചുരുക്കം പഠിപ്പിക്കണേ, പോടാ അവിടുന്ന് അറിയില്ല. നമ്മള് തൗഹീദിന് വേണ്ടി ബദറും മുഹദും ഖന്തഖും ശത്രുവിന്റെ വാളുകൾക്കിടയിൽ പൊരുതിയ ആ സഹാബത്തിനോട് റസൂൽ പറയണേ, സഹാബത്തെ ശിർക്കിനെ പേടിക്കണം കേട്ടോ. സഹാബത്ത് പേടിച്ച് ഞങ്ങളോട് റസൂല് ശിർക്കിനെ പേടിക്കാൻ പറയേ. ശിർക്ക് ഇത്ര ഭയങ്കര. റസൂൽ പറയണേ, ഇരുട്ടുള്ള ഒരു രാത്രി കറുത്ത ഒരു പാറ, ആ കറുത്ത പാറയിലൂടെ ഒരു കറുത്ത ചെറിയ പ്രാണി അതിങ്ങനെ അരിച്ചു വന്നാല് ആരെങ്കിലും അറിയോ? അപ്പൊ ഇവിടെ കടലാണല്ലോ, കടപ്പുറത്ത് അങ്ങനെ ഇരുട്ട് നിറഞ്ഞ ഒരു രാത്രിയിൽ കടലിലെ വെള്ളം ഇങ്ങനെ കറുത്ത് തെരടിക്കുക. അതിൽക്കൂടെ അങ്ങനെ ആ കടലിലെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ചെറിയ പ്രാണി, ഒരു ചെറിയ മീന് ഇങ്ങനെ പതുക്കെ നീന്തിപ്പോയാല് ആരെങ്കിലും കാണോ? അറിയോ? അതേപോലെ സ്വഹാബത്തെ, നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ശിർക്ക് കയറി വരും കേട്ടോ. നിങ്ങൾ അതിനെ പേടിക്കണം കേട്ടോ. സ്വഹാബത്ത് പേടിച്ച്. ഇത്ര ഗൂഢമായി, ഇത്ര ഭീകരമായി ഈ സാധനം മനസ്സിലേക്ക് കയറി വരുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ എങ്ങനെ ആ ശിർക്കിനെ പ്രതിരോധിക്കും? നേർക്കുനേരം കെട്ട് കൊമ്പും കുലുക്കി വരികയാണെങ്കിൽ നമുക്കൊന്ന് മുട്ടിയൊക്കാം. ഇത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്ത്, അല്ലാഹുവേ ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും ശിർക്കിന്റെ വാക്കോ പ്രവൃത്തിയോ ഞങ്ങളിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ പുറത്തു തരണം കേട്ടോ, പാവങ്ങളാണ്. ഇനി ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ ബുദ്ധിയൊക്കെ മാറി അപ്പുറത്താണ് ശരി എന്നൊക്കെ കണ്ട് ഏതെങ്കിലും കാലത്ത് ഒരു ശിർക്കിന്റെ മുമ്പിൽ റബ്ബേ ഞങ്ങൾ എത്തിപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുതിട്ടോ, നീ ഞങ്ങളെ കാക്കണം കേട്ടോ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിച്ചോളുണ്ട്. ഏത് സമയത്ത് നിസ്കാര ശേഷം എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലേ ഒരു പ്രാർത്ഥന എന്താവുക? അല്ലാഹുവേ ശിർക്കിന്റെ കെടുതിയിൽ നിന്ന് കാക്കണേ റബ്ബേ. അത് നമ്മൾ ചെറുതായതുകൊണ്ടല്ല, നമ്മൾ വലുതാകാൻ. മൂസാ നബി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾക്ക് അറിയില്ലേ? ആരാ ഇബ്രാഹിം നബി? ഖലീലുള്ള. ഈ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദർശത്തിന്റെ വിശുദ്ധി കൊണ്ട് ഒരാളെ അള്ളാഹു തന്റെ സുഹൃത്തായിട്ട് തെരഞ്ഞെടുത്തു. അള്ളാന്റെ ഖലീലാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി വിഗ്രഹങ്ങൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ തുല്യതയില്ലാത്ത വിപ്ലവത്തിന്റെ നായകനാ അദ്ദേഹം.
ആ ഇബ്രാഹിം നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട് ഖുർആനില്. എന്താ നിങ്ങള്? വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. പടച്ചോനെ, ഞാനും എൻ്റെ മക്കളും ഏതെങ്കിലും കാലത്ത് ചിന്താപരമായ മാറ്റം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥ റബ്ബേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതിട്ടോ, കാക്കണം കേട്ടോ എന്ന് പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബി ആണെങ്കിൽ പൊന്നാര കൂട്ടരെ, നമ്മക്കാർക്കാണ് ശിർക്കിൽ നിന്ന് നിർഭയനായിരിക്കാൻ പറ്റുക? അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് ഇടക്കിടക്ക് നമ്മൾ സംസാരിക്കണം. ഓല കയ്യിലും കാലിലൊക്കെ കറുത്ത ചരടുകളും രൂപങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതെന്താണ്. നമ്മുടെ മക്കളുടെ ചില വാക്കുകളൊക്കെ അല്ല മുജാഹിദിന്റെ പരീതൊക്കെ തന്നെ ബദ്രീങ്ങളെ എൻ്റെ ഒരൊറ്റ പുസ്തകം കാണാനല്ല അത് കുട്ടി 10ാം ക്ലാസ്സിലെ കുട്ടി. ഉമ്മ ബേജാറായി, എൻ്റെ കുട്ടി തന്നെയാണത് പറഞ്ഞ്. ഉമ്മ വാതിൽ തുറന്ന് നോക്കി, എൻ്റെ കുട്ടി തന്നെയാണോ പറഞ്ഞ്? എന്താ സംഭവം എന്നറിയോ? മദ്രസ് പറഞ്ഞയക്കുമ്പോഴേ മുജാഹിദ് മദ്രസക്ക് 2 കിലോമീറ്റർ പോകണം. 1/2 കിലോമീറ്ററിൽ മറ്റേ മദ്രസ ഉണ്ട്. ഇനിയിപ്പോ 1 മണിക്കൂറിന് വേണ്ടി 1 കിലോമീറ്റർ ഒന്നും പോകാൻ പറ്റില്ല. ഇത് തൽക്കാലം ഇവിടെ ചേർന്നോ, ഖുർആനല്ലേ, അത് എല്ലായിടത്തും ഒന്നെന്നാ പറഞ്ഞേ. എല്ലായിടത്തും ഒന്നല്ല, അതിൽ അപകടമുണ്ട്. പ്രത്യേകിച്ച് മുജാഹിദ് വീട്ടിൽ നിന്നൊരു കുട്ടി അതിലാണ് പോയി പെട്ടാണ്ടല്ലോ, പ്രത്യേകത അക്കാരെ കാരണം കുട്ടീനെ മാത്രമല്ല, കുട്ടീൻ്റെ അമ്മാനെയും കൂടി വലിച്ചും, പറ്റുമെങ്കിൽ ബാപ്പാനെയും വലിച്ചും ശിർക്കിലേക്ക് കരുതിക്കൊണ്ടേ. ചെറിയ സംഗതിയല്ല. ആദർശം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ സംഗതിയാണ്. ഒരു പുതിയ വീട്ടിക്ക് താമസം മാറ്റി, നമ്മളാളാ പെണ്ണുങ്ങളും മാപ്പിളൊക്കെ പള്ളിയിൽ പോണ അൽമനാറൊക്കെ വരുത്തണ അങ്ങനത്തെ ടീം തന്നെയാ. പക്ഷെ പുതിയ പെരീക്ക് താമസം മാറ്റിയപ്പോ അന്ന് തന്നെ വാതിൽമ തട്ടി വീണുകാണ്ടേ കുടുംബനാഥന്റെ കാല് മുട്ടിനതായ പൊട്ടി ആശുപത്രിയിലായി. 2 കുട്ടികളുണ്ടേനെ. ഓൽക്ക് എന്തൊക്കെ അസുഖം, ചുരുക്കി പറഞ്ഞ 2 ആഴ്ച ആശുപത്രി തന്നെ, പെരക്കാര് മൊത്തം. അപ്പോ അയലോകത്തെ താത്ത വന്നുകാണ്ട് പെരിയിലെ പെണ്ണിനോട് ചോദിച്ചോലേ, നിങ്ങള് പെരക്ക് കുറ്റിയടിച്ചപ്പോ വാസ്തു ഒന്നും നോക്കിയിട്ടില്ല ഇനിയോന്ന്? എന്തേ? അത് നോക്കാത്തതുകൊണ്ടാണ് നിങ്ങളെ പെരിയില് താമസം തുടങ്ങിയത് മുതൽ എന്നും ഇടങ്ങേറാണല്ലോ. ഒന്ന് ചോദിച്ചു നോക്കണ്ടി എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഈ പെണ്ണ് തൻ്റെ ഭർത്താവിനോട് പോയി ചോദിച്ച്, അല്ല നമ്മൾ പെരക്ക് കുറ്റിയടിച്ചപ്പോ വാസ്തു ഒന്നും നോക്കിയിട്ടില്ല ഇനിയോ? ഇങ്ങനെ എന്നും ഇങ്ങനെ ഇടങ്ങേറുണ്ടാവാൻ കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആന്ന് അയലോകത്ത് പറയണ്ടല്ലോ. ആ ഭർത്താവിനോട് പറയണേ, ഉസ്താദേ ഞാനിങ്ങോട്ട് നെട്ടിയിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്നാണല്ലോ ഈ ചോദ്യം വന്നത്. എൻ്റെ കാലിൻ്റെ വേദനക്കാളേറെ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിനാണ് വേദന. എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ വിശ്വാസം ഉണ്ടായല്ലോ. അതെ, ഈ സിർക്കുണ്ടല്ലോ, അത് ഈ കയറി വരല് എപ്പോഴാണ് നിങ്ങൾ ഒന്ന് ഏതെങ്കിലും ഒരു തരത്തില് സാമ്പത്തികം, ശാരീരികം, മാനസികം നമ്മൾ തകർന്നു പോകുമ്പോ ആ ചെറിയ പഴുതിലൂടെ ഈ ശിർക്കിൽ ഏതായാലും ആയില്ലേ, ഇത്രയൊക്കെ ആയില്ലേ, കുറെ ചെലവാക്കിയില്ലേ, അവിടെയും കൂടി ഒന്ന് പോയോക്കിയാ ചിലപ്പോൾ മാറിയാലോ എന്ന് കേൾക്കുമ്പോഴേ ഞാൻ ഇപ്പൊ ഇത്രത്തോളായില്ലേ, ഞാൻ അവിടെയും കൂടി ഒന്ന് പോയോക്ക എന്ന് പറയുമ്പോഴേ തകർന്നു വീഴുന്നത് നമ്മുടെ തൗഹീദാണ് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ഒരു പ്ലാൻ ആസൂത്രണം ചെയ്യുമ്പോൾ അതിലെ 1ാമത്തെ നമ്പറിൽ നമ്മൾ വെക്കേണ്ടത് വീടിന്റെ വലിപ്പോ ബെഡ്റൂമിന്റെ എണ്ണോ ഒന്നുമല്ല. 1ാമത്തെ പദ്ധതി 1 തൗഹീദ് വലിയതായിട്ട്. കാരണം ആ തൗഹീദ് നമ്മുടെ കുടുംബത്തിന് കിട്ടിക്കണോ, ഉറപ്പിച്ചോളി, അവിടെ എത്തും സ്വർഗത്തില്. റസൂല് പറഞ്ഞേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളുടെ ജീവിതത്തിൽ തൗഹീദ് ഉണ്ടായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അയാൾ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ, അയാൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലോ സ്വർഗത്തിലെത്തുവോ? റസൂല് പറഞ്ഞു എത്തും. എങ്ങനെ എത്തും? ഒന്നുകിൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം അയാളുടെ ജീവിതത്തിലെ നന്മകൾ കൊണ്ട്, തൗബ കൊണ്ട്. അല്ലെങ്കിൽ അയാൾ ചെയ്ത ആ തെറ്റുണ്ടല്ലോ, ആ വ്യഭിചാര മോഷണമൊക്കെ, അതിന് അള്ളാഹു അയാൾക്ക് നരകത്തിൽ നിശ്ചയിക്കുന്ന ശിക്ഷ ഉണ്ട്. ആ ശിക്ഷ കഴിഞ്ഞാൽ അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് കത്തിക്കരിഞ്ഞ് കരിക്കട്ട പോലെ ഉണ്ടാവുന്ന പ്രവാചകൻ പറഞ്ഞേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹു അവരെ നെഹ്റുൽ ഹയാത്ത്, ഒരു പുഴയാണ്, അതിലിങ്ങോട്ട് മുക്കിയെടുക്കുമ്പോ കരിയൊക്കെ മാറി സ്വർഗത്ത് പോകാൻ മാത്രം യുവത്വത്തോടെ സൗന്ദര്യത്തോടെ മാറും. ഇനി പോയിക്കോറയും സ്വർഗത്തേക്ക്. അങ്ങനെ നരകത്തിൽ നിന്ന് ഇങ്ങനെ പെറുക്കി അവസാനം നരകത്തിൽ ആരാ ബാക്കിയാവുക? നരകള് ഒരിക്കലും നരകത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറാതെ അവസാനം നരകത്തിൽ ബാക്കിയാവുക ആരാ?
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തോല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തോല് അവിടെ തന്നെ കാലാകാലം. ഇബ്രാഹിം നബി തന്റെ വാപ്പാക്കും വേണ്ടി അള്ളഹാനോടൊന്ന് സംസാരിക്കുന്നുണ്ട്. പടച്ചോനെ, എന്റെ വാപ്പാന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ നീക്കുപോക്ക്. അള്ളാഹു പറഞ്ഞെന്താ, ഇബ്രാഹിമേ, ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം ഹറാമാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഉണ്ട് റബ്ബേ. എന്റെ ബാപ്പ ശിർക്ക് ചെയ്തല്ല മരിച്ചത്? അതേ റബ്ബേ. പിന്നെ എന്തിനാ ഇബ്രാഹിമെ വേണ്ടാത്തൊരു ചോദ്യം? ഇതൊന്ന് കീപ്പിട്ട് നോക്കിയ ഹദീസ് ബുഖാരിയില്, ഇതൊന്ന് കീപ്പിട്ട് നോക്ക്. ഇബ്രാഹിം നബി താഴത്ത് നോക്കിയപ്പോണ്ടേ ബാപ്പ കാലിലോട്ട് കിടക്കണേ, മനെ എങ്ങനെയും ഒന്ന് രക്ഷിക്കുക പറഞ്ഞാണ്ട് ഇബ്രാഹിം നബി നോക്കി നിൽക്കേ മലക്കുകള് ചങ്ങലയിൽ കെട്ടി വരിഞ്ഞിട്ട് തൂക്കി കൊണ്ടുപോയി നരകത്ത് കണ്ടെറിയുന്ന ഇബ്രാഹിം നബി കാണുന്ന പറഞ്ഞത്. ഹദീസ് പറഞ്ഞതാ, വെറുതെ കഥയല്ല. എന്താ കാരണം? ശിർക്ക് ചെയ്താൽ ഒരു രക്ഷയില്ല. ഓൻ ആരായിക്കോട്ടെ, ഈ ലോകത്ത് കോടികളുണ്ടായിക്കോട്ടെ, ഇവിടെ പരപ്പനങ്ങാടി ചെമ്മാടിയൊക്കെ ടൗണിന്റെ നടുവില് ഓൻ എത്ര വലിയ കോംപ്ലക്സ് ഉണ്ടായിക്കോട്ടെ, ആരായിക്കോട്ടെ, കാലാകാലം നരകത്തിലാ, ഒരു സംശയമല്ല. എന്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? സ്വർഗത്തിലെത്തും, എപ്പോഴെങ്കിലും എത്തും അല്ലേ? അപ്പോ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും സ്വർഗത്തിലെത്തണം. എന്നിട്ട് ആ സ്വർഗത്തില് സന്തോഷത്തോടെ ആ സ്വർഗീയ സന്തോഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് മനോഹരമായിട്ട് നമുക്ക് ആ സ്വർഗത്തിൽ ജീവിക്കണം. ഇവിടെ എന്തായാലും തവളനെ പിടിച്ച് എണ്ണത്തിൽ വെച്ചാൽ നടക്കുക. വലിയോൻ വരുന്നെന്ന് ചെറിയോളുണ്ടാവില്ല, ഓള് വരുന്നെന്ന് മൂത്തോണ്ടാവില്ല, ഓൻ വരുന്നെന്ന് മറ്റോണ്ടാവില്ല. ഈറ്റകളൊന്ന് ഒന്നിച്ച് കാണാൻ കിട്ടണേ. നമുക്കെല്ലാവരും, നമ്മളെ ബാപ്പാര്, വല്ലിപ്പാര്, വല്യമ്പാര്, അങ്ങനെ എല്ലാവരും ചെറുപ്പത്തിൽ വെള്ളത്തിൽ പോയി മരിച്ചോല്, അങ്ങനെ മരിച്ചോല്. അറ്റങ്ങളൊക്കെ കണ്ണുമോറും. ഇപ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ തെളിയല്ലേ, പടച്ചോനെ ബലൊക്കെ കാണുമോ? കിട്ടുവേ, ശ്രമിച്ചോളി. ഈമാണ്ടെങ്കിൽ കിട്ടും. പ്രവാചകന്റെ സദസ്സിൽ എപ്പോഴും പ്രവാചകനെ കേൾക്കാൻ വരുന്ന ഒരാളുണ്ടായി. അദ്ദേഹത്തിന്റെ മടിയിൽ എപ്പോഴും ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടിനെയും കൊണ്ടാ വരിക. കുറച്ചു കാലം അദ്ദേഹത്തെ കാണാല്ലാതെ. അപ്പൊ പ്രവാചകൻ അന്വേഷിച്ചു, മൂപ്പരെവിടെ? അപ്പൊ ആരോ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ കുട്ടി മരിച്ചു. ഇപ്പൊ ഭയങ്കര സങ്കടത്തിലാ, വീട്ടിൽ നിന്നൊന്നും ഇറങ്ങാറില്ല. പ്രവാചകൻ അയാളെ തെരഞ്ഞു പോയി, വീട്ടിൽ അദ്ദേഹത്തെ കണ്ടു, വലിയ സങ്കടമുണ്ട്. റസൂല് പറഞ്ഞത്, ഈ ദുന്യാവിലെ കുറഞ്ഞ കാലത്തെ ജീവിതമാണല്ലോ, ആ കുറഞ്ഞ കാല ജീവിതത്തിൽ ഈ കുട്ടി നിങ്ങളൊപ്പം ഉണ്ടാവലാണോ, അതല്ല ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗീയ ജീവിതത്തിൽ ഈ കുട്ടി നിങ്ങളൊപ്പം ഉണ്ടാവലാണോ, ഏതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അയാൾ പറഞ്ഞു രണ്ടാമത്തേത്. ഏതാ രണ്ടാമത്തേത്? എല്ലാ കാലത്തും ഒപ്പം ഉണ്ടാവണം. എന്നാല് കുട്ടിയാണ്, ഓൻ സ്വർഗത്തിലാ. കുട്ടികൾ മരിച്ചാ സ്വർഗത്തിലാ. ചെറിയ കുട്ടികളൊക്കെ മരിക്കുമ്പോ ഉമ്മാർക്കും ബാപ്പാർക്കും ഒക്കെ നെഞ്ചു പൊട്ടുന്ന വേദനയല്ലേ. നമ്മൾ വേദനിച്ചാലും ഓല കാര്യം സലാമത്താ, ഒരു സ്വർഗത്തിലാ. മുത്തുമണികൾ പോലെ ഒരു സ്വർഗത്തിൽ ഇങ്ങനെ തുള്ളിക്കളിച്ച് നടക്കും. ഇനി നാളെ ഞമ്മക്ക് സ്വർഗത്ത് പോകാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ആ സ്വർഗത്തിന്റെ വാതിൽക്കുണ്ടാവും ഉമ്മാന്ന് വിളിച്ചു കണ്ട് ആ കുട്ടികളുണ്ടാവും. അതൊരു സൗഭാഗ്യ. അതൊക്കെ കിട്ടണമെങ്കിലേ നമ്മുടെ കുടുംബത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബം ആദർശ പ്രബുദ്ധതയുള്ള ഒരു കുടുംബമാവണം. വേറെ ഒന്നിനും, സമ്പത്തിനോ സൗകര്യങ്ങൾക്കോ അധികാരങ്ങൾക്കോ പേരിനും പ്രശസ്തിക്കോ ഇതിനൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാനോ നമുക്ക് ആ ജീവിതത്തിലെ അർത്ഥവത്തായ സമാധാനം തരാനോ ഇതിനൊന്നും കഴിയില്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാക്കും, ജീവിതത്തിന് സമാധാനമുണ്ടാക്കും, ഭയപ്പാടുകളിൽ നിന്ന് ജീവിതത്തിന് അത് ശാന്തിയും നിർഭയത്വവും നമുക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ട് ഒന്ന്, നമ്മുടെ വീടകങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് നമ്മുടെ വീട്ടിലെ എല്ലാവരും കേൾക്കണം, അറിയണം, പഠിക്കണം, അതിൻ്റെ ആഴമറിയണം, അതനുസരിച്ച് ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതിന് വിരുദ്ധമായ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ നിർബാധം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പല രൂപത്തിലും കള്ളക്കഥകളായി, കള്ളക്കറാമത്തുകളായി ആധുനിക സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കഥകൾ നിർബാധം. നമ്മൾ ചിന്തറിയോ, നമ്മൾക്കതൊന്നും ബാധിക്കൂല, അതൊക്കെ പൊട്ടത്തര, നമ്മക്കറിയാം. അത് നമ്മളെ തൗഹീദിന്റെ ഊക്കൊണ്ടാ. അത്ര തൗഹീദിന്റെ കരുത്തില്ലാത്ത ഒരു തലമുറ നമ്മുടെ വീട്ടിലുണ്ട്. അവരെ ഇത്തരം ആശയങ്ങൾ വല്ലാതെ ബാധിക്കും, അവരുടെ വിശ്വാസത്തെ അത് ഇളക്കിക്കളയും. അതുകൊണ്ട് നല്ല ഉറച്ച ആദർശം, ആദർശത്തിന്റെ തീരത്തിലൂടെ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹയെ ശരിയായി മനസ്സിലാക്കാനും അതിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും പിന്നെ
അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാൻ, കുടുംബസമേതം ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മക്കളെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ അറ്റമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ശിർക്കിന്റെ കെടുതികളിൽ നിന്ന്, അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗഹീദ് മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും അതിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും കരുത്ത് അപ്പോ സ്വർഗീയ ലോകത്ത് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി കുടുംബത്തോടൊപ്പം അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. ഷിർക്കിന്റെ കെടുതിയിൽ നിന്ന്, അതിന്റെ അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. രണ്ട് കാര്യങ്ങളാണ് ഈ പ്രദേശത്തെ ഈ രംഗത്ത് ഏറ്റവും ഏറെ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞത്. ഒന്നെന്താ അറിയോ, നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഇസ്ലാമിക ആദർശത്തിന്റെ പ്രത്യേകത അത് നിലനിൽക്കണമെങ്കിൽ അറിവുണ്ടാവണമെന്നാണ്. അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസത്തെ പിടിച്ച് നമ്മളെ കുട്ടികൾ ചോദിക്കുകയാണ് വന്നിട്ട്, ഉമ്മ ഈ ലോകത്തിനൊക്കെ ഉണ്ടാക്കിയ ഒരാളില്ലാതെ ഉണ്ടാക്കൂല, സ്വന്തമായിട്ട് ഉണ്ടാവൂല എന്ന് പറഞ്ഞാല്, അള്ളാഹുവാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാല്, അപ്പൊ ആൾക്കാർ ചോദിക്കാണ്, അപ്പൊ അള്ളാഹാൻ ആരാ ഉണ്ടാക്കിയത്? ഉമ്മ വല്ല അടുക്കളയ്ക്കാണ് പോകും, ബാപ്പ കേൾക്കതേ അല്ല, ബാപ്പ തൊടുക്കാണ് പോകും, കുട്ടിക്ക് ഉത്തരല്ല. അപ്പൊ ഓന് തോന്നും ഇവര് പറയുന്നത് ശരി തന്നെയാണല്ലോ, ഉത്തരണ്ട്, എല്ലാത്തിനും ഉത്തരണ്ട്. ഈ ഉത്തരം കൊടുക്കണം. പിന്നെ വിളിക്കലുണ്ട്, ഉസ്താദ് എൻ്റെ കുട്ടി ഇങ്ങനെ ചോദിക്കുക, നമ്മൾ ആരത്തേക്ക് അവനെന്ന് കൊണ്ടുവരണ്ടേ, എമ്മക്ക് പറഞ്ഞ നമ്പറും കിട്ടുമോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്പർ കിട്ടുമോ? ഞാൻ പറഞ്ഞു എന്തിനാ നമ്പർ, നിങ്ങൾക്ക് അറിയില്ലേ, അത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലേ? നമുക്ക് രണ്ട് പ്രസിദ്ധീകരണം ഉണ്ട്. ഒന്ന് വിചിന്തനം, ഒന്ന് അൽമനാർ. വളരെ കുറഞ്ഞ വിലക്ക്, ഒരു 100 ഗ്രാം മത്തിന്റെ വില മതി ഇതോരോന്നിനും, കുറഞ്ഞ പൈസക്ക്. പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ വലിയ വില കൂടിയ നിധി ഉണ്ട്. വെറുതെ വാങ്ങിയാൽ പോരാ, വാങ്ങിയിട്ട് വെള്ളിയാഴ്ച റാപ്പർ പൊട്ടിക്കാതെ അലമാറിന്റെ മേലക്കാണ് ഇട്ട് അവസാനം പേപ്പർ വിലക്ക് തൂക്കരുത്. നമ്മളെ വീടിന്റെ ലിവിങ് റൂമിലെ ആ ചെറിയൊരു വേഷം ഉണ്ടാവുമല്ലോ, അതിന്റെ മേലെ ഇത് രണ്ടും ഉണ്ടാവണം. വായിക്കണം. സുബൈ നിസ്കാരം കഴിഞ്ഞാൽ മോനെ 10ലോ 12ലോ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇടപെടെ വന്നാ അതിനൊക്കെ മൊഹീദ്ദീൻ ഉമറിന്റെ ഒരു ലേഖനം ഉണ്ട്, ആ ലേഖനം വായിച്ച ഉറക്ക വായിച്ച എടി വാ കട്ടഞ്ചായ പിന്നെ ഉണ്ടാക്കാതൊന്ന് കേട്ട വായിക്കും. എത്ര വിവരങ്ങള് ഒരു കൊല്ലത്തിന് അടക്കുകയാണെങ്കിൽ എത്ര കൊല്ലത്തിന് എത്ര? 640 റുപ്യ. ശരിക്കും 1 കിലോ മട്ടൻ വാങ്ങുകയാണെങ്കിൽ 100 റുപ്യ പിന്നെ ഏറെ കൊടുക്കണം. 640 റുപ്യ കൊടുത്താലേ 365 ദിവസം നിങ്ങളെ കുടുംബത്തിന് തൗഹീദ് എന്താന്ന് പഠിച്ച് വീട്ടിൽ നിന്ന് പഠിക്കാം, പുറത്തേക്ക് പോകണ്ട. അയ്യാത് ലേഖനങ്ങളിലൊക്കെ വരിക, പഴയതും പുതിയതുമായ എഴുത്തുകാരുടെ മനോഹരമായ ലേഖനങ്ങൾ. അപ്പൊ നിങ്ങള് ഇന്ന് പോകുമ്പോ അത് വീട്ടിലേക്ക് വരുത്താത്ത, വിചിന്തനം വീട്ടിലേക്ക് വരുത്താത്ത, അൽമനാറുകൾ ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കുട്ടികളുടെ ഇവിടെ ഇതെന്റെ പേര് എഴുതണം കേട്ടോ, പൈസ ഞാൻ ഗൂഗിൾ ചെയ്ത് തരാം പിന്നെ തരാന്ന് പറഞ്ഞാലും ഒരു പേര് എഴുതും. ആഴ്ചയിലാഴ്ചയില്ല സാധനം വരും. ഈ കുടുംബ സംഗമം കൊണ്ട് ഒരു കാര്യം ഉണ്ടാവട്ടെ. രണ്ടാമത്തെ എന്താ പറഞ്ഞാൽ നിങ്ങള്, നമ്മുടെ സമൂഹം ഇന്ന് കാണുന്ന മതപരമായ സകലമാന പുരോഗതിയുടെയും കാരണം എന്താ നിങ്ങള്? മദ്രസ. ഞാൻ ഗൾഫിൽ 5 മിനിറ്റ് ഇട്ടോ, ഇപ്പം എൻ്റെ സമയമായിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ബസ്സേർ പറഞ്ഞ മാതിരിക്കേ ഇപ്പം എൻ്റെ കറക്റ്റ് സമയം 2 മിനിറ്റ് കൂടി എടുക്കുമെന്നല്ലേ. അതായത് എന്താ അറിയോ, ഈ ഞാൻ ഗൾഫിലുള്ള സമയത്തെ ഒരിക്കൽ ഹറമിൽ ഇരുന്നുകാണ്ട് ഇങ്ങനെ ഓതുമ്പോഴേ എൻ്റെ അടുത്ത് ഒരു അറബി, അയാൾ സൗദിയാണ്, അയാൾ ഇരുന്നുകാണ്ട് ഞാൻ ഓതുന്ന ഇങ്ങനെ ശ്രദ്ധിക്കണ്ടേ. എൻ്റെ ഓത്ത് വല്ല രീതിയൊന്നുമില്ല എനിക്കറിയാം. അപ്പം ഞാൻ അയാൾ ശ്രദ്ധിച്ച് ഞാൻ പിന്നെ ഓത്ത് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ മുസ്തഫയുടെ കൊണ്ടുപോയി വെച്ച് അവിടെ വന്നിരുന്നപ്പോൾ ഇയാൾ ഇങ്ങനെ കയ്യെന്ന് അസ്സലാമു അലൈക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചു ഏത് നാട്ടുകാരനാണ്? ഞാൻ പറഞ്ഞു ഹിന്ദി, കേരള. ഹിന്ദി എന്ന് പറഞ്ഞപ്പോൾ ഉപയോഗിച്ചെന്നറിയോ, കാശ്മീർ ആണോന്നാ. അപ്പൊ ഈ പാകിസ്ഥാനികൾ പറഞ്ഞ് പഠിപ്പിച്ചൊക്കെയാണേ, ഇന്ത്യയിൽ വിവരമുള്ള മുസ്ലിങ്ങളൊക്കെ കാശ്മീരിലുള്ളൂ, ഓർക്ക് ഭയങ്കര പീഡനാണെന്നൊക്കെ പറഞ്ഞ് ഈ തങ്ങളെ പറ്റിച്ചതാ. ഞാൻ പറഞ്ഞു കാശ്മീർ അല്ല, കേരളമാണ്, മലബാറാണ്. ഏറെ മാഷാ അല്ലാ. എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ ഖുർആൻ ഓതാൻ പഠിച്ചത് ഇവിടെ വന്നിട്ട് പഠിച്ചതാണോ? ഞാൻ പറഞ്ഞല്ല, ഞാൻ നാട്ടിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, എൻ്റെ നാട്ടില്. അപ്പൊ അദ്ദേഹം ചോദിച്ചു നിങ്ങളെ നാട്ടിലത്തെ ആൾക്കാർ ഖുർആൻ ഓതാൻ അറിയുന്ന ആൾക്കാരുണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ഖുർആൻ ഓതാൻ അറിയും. ഇപ്പം ഇന്നലെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഒരു കുറിപ്പ്, സംഗതി ആരോ ട്രോൾ ചെയ്താ. എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ 55% പ്രാഥമിക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും മലയാളം എഴുതാനും വായിക്കാനും അറിയില്ലാന്ന്. അതൊരു വാർത്ത വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെ പുറത്തു വന്നതാ. അതിനെ ട്രോളിക്കൊണ്ട് ഒരാൾ എഴുതിയ കുറിപ്പ് എന്താ അറിയോ, മലയാളം അറിയില്ലെങ്കിൽ ഓൽക്കൊക്കെ അറബി അറിയാലോ, അതൊരു വലിയ സമാധാനം തന്നെയാണ്.
അത് ഈ മദ്രസ സമയമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് സമസ്തക്ക് കീഴടങ്ങി എന്നൊക്കെ വല്ല ആ വിഷയത്തിലുള്ള ഒരു ട്രോളലാണ്. മലയാളം അറിയണ്ട, മദ്രസ നടക്കണ്ടല്ലോ എന്ന് ഒരിക്കൽ അറബി അറിയാലോ, കളിയാക്കിയാലാ. സംഗതി കളിയാക്കിയാലും ഇല്ലെങ്കിലും അതൊരു അംഗീകാരമാണ്. ഞാൻ പറഞ്ഞ അയാളുടെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളും കൂറാ. അപ്പൊ ഞാൻ തന്നെ ഒന്ന് ആലോചിച്ച്, ഞാൻ പറഞ്ഞത് അറമെന്നാ പറയണത്, തെറ്റാവൂലെ? സംഗതി കലക്കുന്നൊക്കെ കലക്കുന്നൊക്കെ ഉള്ളത് ചിലപ്പോ കലക്കുന്നൊക്കെ ഓതിയാലും ഏകദേശം എല്ലാവരും ഓതും. എന്തുകൊണ്ടാ കിട്ടിയ നിങ്ങള് ഈ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ? അതിൽ കുറെ ഓലൊക്കെ പേര് നമ്മളെ സിദ്ദീഖലി അങ്ങോട്ട് പറഞ്ഞമാർക്ക് പള്ളിന്റെ ഔത്തപ്പള്ളി നിർത്തണം, എന്റെ പേരെന്തോ ചോദിച്ചാലോ. പുറത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ചെരുപ്പിട്ടപ്പോഴും പേര് പറഞ്ഞു തീർന്നിട്ടില്ല. അറിഞ്ഞ് ആജാതി പേരെ ഓരോരുത്തർ പേര് ചോദിച്ചോ വേണ്ടി. പക്ഷെ ഓന് ഒരായത്തോതാൻ അറിയില്ല, ഇങ്ങനെ ബെര വരച്ച അലിഫ് എന്ന് അറിയില്ല. എന്താ കുഴപ്പമെന്നറിയോ? ഓല് മോശക്കാരായിട്ടില്ല, ബുദ്ധിന്റെ കാര്യത്തിൽ നമ്മളെ മേലെ ഓല്. നമുക്കൊക്കെ കിട്ടിയ വിദ്യാഭ്യാസം ഓൽക്ക് കിട്ടിയെങ്കിൽ ഓല് നമ്മളെ തൂക്കി വെക്കുമ്പോടെ അത്ര ബുദ്ധിന്റെ ഓൽക്ക്. പക്ഷെ എന്താ നിങ്ങള് ഈ മതം പഠിപ്പിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഈ മദ്രസ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ, അതില്ല ഓൽക്ക്. നമ്മുടെ പൂർവികര് നമുക്ക് തന്ന ഏറ്റവും വലിയൊരു സംഭാവന എടുത്ത് ഇത് നമ്മളെ തുടങ്ങിയത്. അന്ന് അതിനെ എതിർത്ത ആൾക്കാർ ഇന്ന് ഞങ്ങൾക്ക് 10,000 12,000 15,000 ഒക്കെ ലേലം വിളിക്കുന്നുണ്ടെങ്കിലും ആ ലേലം വിളിക്ക് പിന്നിൽ നമ്മളെ പണ്ഡിതന്മാരുടെ അധ്വാനം വേർപ്പുണ്ട്. പ്രശ്നം എന്താ വെച്ചാല് ഇവിടെ നമ്മളൊരു പുതിയ മദ്രസ കെട്ടിടത്തിന്റെ പണി നടക്കുന്നുണ്ട്. ഈ മദ്രസകളൊക്കെ എപ്പോഴും പലതും പ്രാകൃതമായിട്ട് നടക്കണേ. നമ്മുടെ ഒരു 50 കൊല്ലം മുമ്പത്തെ നമ്മുടെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൊക്കെ ആണെങ്കിൽ മദ്രസയിൽ ക്ലാസ്സിനോട് ഞാൻ പറയലുണ്ട്. വീടുകളൊക്കെ മാറി, കണ്ടംപററി സ്റ്റൈൽ പറയാനും കൂടി കഴിച്ചില്ല. എന്നാലും ചില ആൾക്കാർ വല്യമാര് വരെ ഓൻ പെരയിട്ടുണ്ട് കണ്ടംപററി ആണല്ലോ എന്നൊക്കെ പറയാം. കാരണം അത്ര മാറി നമ്മൾ. പക്ഷെ നമ്മളെ മദ്രസകളുണ്ടല്ലോ ഇപ്പോഴും നമ്മളെ വാപ്പ പഠിച്ച കാലത്തെ പൊട്ടിയ ഡെസ്കും ആടണ കാലും. ഞങ്ങളെ സ്കൂളെ കണ്ട് അത്ഭുതപ്പെട്ടത്, സ്കൂൾ തന്നെയല്ലേ എയർപോർട്ടാണോ തോന്നിപ്പോയി. അത്ര അതിനനുസരിച്ചൊരു മദ്രസ ഉണ്ടാക്കേണ്ടതെന്നാ പറഞ്ഞു. സൂപ്പർ മദ്രസ. ഒരു നില കഴിഞ്ഞ് നിങ്ങളെല്ലാവരും നിലവിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇനി 2ാം ഫ്ലോർ ഉണ്ടാവുകയാണ്, നന്നായി സഹായിക്കണം എന്നാ പറഞ്ഞത്. അത് പറയാൻ വേണ്ടി വന്ന എന്നോട്. എന്താ ഞാൻ അപ്പൊ നിങ്ങളൊക്കെ ഇത് ഇപ്പൊ നമ്മൾ ഒരു മദ്രസനെ ആയിരിക്കും. എന്താ കാര്യം? നമ്മളെ ബാപ്പാല് കഷ്ടപ്പെട്ടത് നമ്മ കിട്ടിയേ. നമ്മളൊന്ന് കഷ്ടപ്പെട്ടാലേ നമ്മളെ മക്കൾക്ക് കിട്ടും, അടുത്ത മക്കൾക്ക് അല്ലേ? അപ്പോ എല്ലാവരും കൂടി ഒന്നും കൂടി ഒന്ന് കഷ്ടപ്പെടി ആ മദ്രസ തടസ്സല്ലാതെ അതാണ് പൂർത്തിയായിട്ട് ഹൈടെക് ക്ലാസ് റൂം നമ്മളെ കുട്ടികൾ കൊതിക്കണം. അമ്മ ഇന്നെ മദ്രസയിലാക്കണം കേട്ടോ, എനിക്ക് സ്കൂളിൽ പോയില്ലെങ്കിലും മദ്രസ പോകണം കേട്ടോ എന്നാഗ്രഹിത്തക്ക വിധം നമ്മുടെ കുട്ടികൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ആ മദ്രസയെ നവീകരിക്കണം. എല്ലാവരും കൊടുത്തോലൊക്കെ ഇനി പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഊരാൻ കിട്ടാത്ത മോതിരൊക്കെ ഉണ്ടാവും, ഒന്ന് മുറിച്ചുകാണ്ട് കൊടുത്തലി പഴയ സ്വർണ്ണമൊക്കെ പടച്ചോ സ്വർഗത്തിൽ പുതിയതാക്കി തരും, ഭയങ്കര ബലേക്കാരം. അപ്പൊ എല്ലാവരും ഒന്ന് നന്നായി സഹായിച്ചാൽ ആ സംരംഭം പൂർത്തിയാവുന്ന അറിയിച്ചത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.